ഈ പകൽക്കാലവും നിങ്ങളുടെ മധ്യത്തിൽ തിരുവചനവുമായിട്ടായിരിക്കാൻ ഈ ഫൂഡ് വരപ്പ് കർത്താവ് നൽകുന്ന എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വലിയ ദാസൻ ഓർപ്പിച്ച പോലെ ഈ പകൽക്കാലത്തെ ഇന്നലെ വൈകിട്ട് ഇന്ന് പകല് ശുശ്രൂഷയ്ക്കായി എന്നെ പ്രിയ ദൈവസഭ ക്ഷണിച്ചു. കർത്താവിൻ്റെ ഒരു ദാസ ക്ഷണിച്ചു. ഒരുക്കിയ എല്ലാ അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയും വിശേഷാൽ കർത്തൃത്വത്തിനോട്, കുടുംബത്തോട്, ഇതിൻ്റെ എക്സിക്യൂട്ടീവിനോട്, ദൈവസഭയോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സ്വതം യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു ആത്മീയ ബന്ധമായിരുന്നു, ഒരു സ്പിരിച്വൽ കണക്ഷനായിരുന്നു. സ്തോത്രം. ഞാൻ ദൈവസഭയുടെ റിട്രീറ്റിൽ കടന്നു വന്നതും തികച്ചും യാദൃശ്യമെങ്കിലും കർത്താവിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിലെ ദൈവത്തിൻ്റെ എല്ലാ മുഖാന്തരങ്ങളെ ഓർത്ത് സകല മഹത്വവും ഞാൻ കർത്താവിന് കരയേറ്റുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ദൈവസഭയ്ക്ക് വന്ദനം അറിയിക്കുകയാണ്. ഈ പ്രാവശ്യം ഞാൻ സ്റ്റേറ്റ്സിലേക്ക് കടന്നു വന്നത് ഹൂസ്റ്റൺ റിവൈവലിനോടുള്ള ബന്ധത്തിലാണ്. റിവൈവൽ ഹൂസ്റ്റൺ എന്നറിയപ്പെട്ട് കഴിഞ്ഞ 40 വർഷമായിട്ട് ഹൂസ്റ്റണിലെ ദൈവസഭകൾ ഒന്നിച്ച് നടക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. അത് 40 വർഷമായി ആരംഭിച്ചിട്ട് ഈ വർഷം 40ാമത്തെ മീറ്റിംഗ് ആയിരുന്നു. 40ാം വർഷത്തെ മീറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഗസ്റ്റ് സ്പീക്കറായിട്ടാണ് കടന്നു വന്നത്. അതിനുശേഷം ചില മീറ്റിങ്ങുകൾ കൂടെ പങ്കെടുത്തു. എന്നാൽ എനിക്ക് ഒത്തിരി ഹൃദയത്തിൽ സന്തോഷമുള്ളത് ഈ ദിവസങ്ങൾ നിങ്ങളോട് ചേർന്നായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങളും അത് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു, വിലപ്പെട്ടതായിരുന്നു, ദൈവ സാന്നിധ്യമുള്ളതായിരുന്നു. അതൊക്കെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. സ്തോത്രം. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നും പറഞ്ഞ് നമ്മൾ സമയം കളയാതെ പെട്ടെന്ന് തിരുവചനത്തിലേക്ക് കടന്നു വന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ രാവിലെ ഇത് ചിന്തിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചത്. മറ്റൊരു വചനഭാഗം ചിന്തിക്കണമെന്ന് അത് പ്രിപ്പയർ ചെയ്താൽ ഞാൻ വന്നതെങ്കിലും ഇന്നലെ മുതൽ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെട്ട് ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ ഒരുക്കിയ മെസ്സേജ് മാറ്റി വെച്ചിട്ട് ഇന്ന് ഒരു വചന പഠനമല്ല, അതിനപ്പുറത്തെ ഒരു ആത്മീയ വിടുതലിന് വേണ്ടി സ്തോത്രം നമ്മൾ ഈ വചനത്തിലേക്കൊന്ന് ഓടി വരികയാണ്. ചില ചിന്തകൾ മാത്രം പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വായിച്ച വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ സ്ഥിരമായി വായിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ആ വാക്യങ്ങളെല്ലാം ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്, അല്ലേ? ശ്രോത്രം. അത് മനസ്സിലായവരൊക്കെ ഒന്ന് കരവുയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. ശ്രോത്രം. അവിടെ അത് ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പ്രസംഗ വിഷയവും. ഇവിടെ പറയുന്ന വിഷയം ഇതാണ്: നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒലിവുമലയ്ക്ക് പോയ കാര്യമാണ്. ഒലിവുമലയ്ക്ക് പോയി. അത് ലൂക്കോസും പറയുന്നു, മത്തായും പറയുന്നു, മർക്കോസും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആ വാക്യം വായിപ്പിച്ചില്ല, കാരണം സമയത്തിന്റെ പരിമിതി കൊണ്ട്. മർക്കോസും പറയുന്നു, യോഹന്നാനും പറയുന്നു. പക്ഷേ യോഹന്നാൻ മറ്റൊരു വീക്ഷണകോണിലാണ് പറഞ്ഞത്. കാരണം അവിടെ പറഞ്ഞത്, യോഹന്നാൻ പറഞ്ഞത്, അവൻ ഇത് പറഞ്ഞ ശേഷം കിദ്രോൻ തോട് കടന്ന് ഒരു തോട്ടത്തിലേക്ക് പോയ കാര്യമാണ്. തെറ്റിദ്ധരിക്കപ്പെടല്. ആ തോട്ടം എന്ന് പറഞ്ഞാൽ ഗെത്സമനെയാണ്. അത് ഒലിവുമലയിലാണ്. എനിക്കറിയാം ഹോളി ലാൻഡ് കാണാൻ പോയ പല പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രസംഗം എല്ലാവരേക്കാൾ കൂടുതൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറിൽ മാത്രം ഇന്നത്തെ മെസ്സേജ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഓടി വരിക. നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ പ്രധാന വിഷയം ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വിഷയമാണ്. അവിടെ ഇങ്ങനെ കിടക്കുന്നു: പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. പിന്നെ അവൻ പതിവ് പോലെ. അതാ നമ്മുടെ പ്രധാന ദൂത്. നമുക്ക് അവിടെ ഓടി വരണം. യഥാർത്ഥത്തിൽ ഇന്നത്തെ ചിന്താവിഷയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇന്നലെ പകലും വൈകിട്ട് നമ്മൾ ചിന്തിച്ചത് നമ്മൾ വന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ വന്ന സ്ഥലം ഏതാണ്, നമ്മൾ എവിടെയായി വന്നിരിക്കുന്നത്, അതാണ് നമ്മൾ രാവിലെ ചിന്തിച്ചതും വൈകിട്ട് ചിന്തിച്ചതും. രാവിലെ ചിന്തിച്ചത് നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്, അവിടെ കിടക്കുന്നു. അതുകൊണ്ട് കർണലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരണം. വൈകിട്ട് നാം ചിന്തിച്ചത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അരികിലാണ് നാം വന്നിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഇന്നലെ മാത്രമല്ല, ഈ 21 ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കർത്താവിനെ കണ്ടുകൂട്ടിയ കാലം മുതൽ ഇന്ന് വരെ നമ്മൾ വന്ന സ്ഥലത്തിന്റെ ശ്രേഷ്ഠത ഏതാണ്? അങ്ങനാണെങ്കിൽ വരും ദിവസങ്ങളിൽ കേരളക്കരെ അപമാനിക്കുന്ന, ക്രൈസ്തവ കൈരളി അപമാനിക്കുന്ന ശക്തന്മാരായ അഭിഷക്ത വൃന്ദങ്ങൾ നിങ്ങളുടെ മധ്യത്തിൽ ദൈവനെ സംസാരിക്കുമ്പോൾ, അതാരാകട്ടെ അവര് സംസാരിക്കുമ്പോൾ, നമ്മൾ വന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു ഉത്തമ ബോധ്യത്തോടെ നമ്മൾ ദൈവസന്നിധാനത്തിരിക്കാനിടയാകണം. ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കർത്താവ്, നമുക്കറിയാം എല്ലാറ്റിനും നമുക്കൊരൊറ്റ മോഡലേ ഉള്ളൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്, അല്ലേ? എന്തിനും നമുക്കൊരു മോഡൽ നമ്മുടെ കർത്താവാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ കർത്താവിൻ്റെ കർത്തൃപ്രാർത്ഥനയെ കുറിച്ചല്ല,
കർത്താവിൻ്റെ ഒലിവുമലയിലെ പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ. നമ്മുടെ കർത്താവ് അവിടെ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയെന്നാണ് അല്ലേ? അങ്ങനല്ലേ വായിച്ചേ? പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. അതാ നമുക്കിന്ന് രാവിലെ ചിന്തിക്കേണ്ടത്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റ് സുവിശേഷകന്മാർ ആ ഭാഗം എന്തുകൊണ്ടാണ് മറ്റ് രീതികളിൽ പറഞ്ഞതെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞില്ലെങ്കിൽ കേൾക്കുന്നവർക്കൊരു തെറ്റിദ്ധാരണ വരും. അവിടെ മത്തായി പറഞ്ഞ വാക്കുണ്ടല്ലേ, പിന്നെ അവൻ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി അല്ലേ? എന്നാൽ ലൂക്കോസ് പറയുന്നത് പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. എന്നാൽ യോഹന്നാൻ പറയുന്നത് ഇത് പറഞ്ഞ ശേഷം അവൻ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. അപ്പൊ നോക്കിക്കാട്ടെ, 3 വീക്ഷണകോണും അവിടെ തന്നെ വന്നു കഴിഞ്ഞു. മർക്കോസ് പറയുന്ന ഇവരിൽ ഒരാൾ പറയുന്ന വീക്ഷണകോണിൽ തന്നെയാ മർക്കോസ് പറയുന്നത്. യഥാർത്ഥത്തിൽ 4 സുവിശേഷകന്മാർ 3 വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. ഈ 4 പേര് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒലിവുമലയ്ക്ക് പോയി. നിങ്ങൾക്ക് ആശയം മനസ്സിലാകും? നമ്മുടെ കർത്താവ് ഒലിവുമലയ്ക്ക് പോയി എന്നുള്ള കാര്യം 4 പേര് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞത് 3 വീക്ഷണകോണില്ല. എന്തുകൊണ്ടായി 3 വീക്ഷണകോണ് വന്നതെന്ന് ചില മിനിറ്റ് കൊണ്ട് മാത്രം പറഞ്ഞ് ഇന്ന് എന്നെ കർത്താവ് ഏൽപ്പിച്ച ദൂത് അല്പസമയം എടുത്തു പറയേണ്ടതാകിയാൽ അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞ് പ്രധാന ഇതിലേക്ക് വരിക. എന്തുകൊണ്ടാ മത്തായി പറഞ്ഞത് പിന്നെ അവൻ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, മത്തായി സുവിശേഷം എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്. ആർക്കാണ്? ഇനി എല്ലാ അല്പസമയം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. എഴുതുന്നവർക്ക് എഴുതാം, നോട്ട് കുറിക്കുന്നവർക്ക് കുറിക്കാം, അല്ലാത്തവരുടെ ശ്രദ്ധിക്കുക. മത്തായി സുവിശേഷം എഴുതിയത് നമുക്ക് വേണ്ടിയല്ല. മത്തായി സുവിശേഷം എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്. എന്നാൽ മർക്കോസ് സുവിശേഷം എഴുതിയത് റോമാക്കാർക്ക് വേണ്ടിയാണ്. എന്നാൽ ലൂക്കോസ് സുവിശേഷം എഴുതിയത് ത്രിമാനായ തെയോഫിലോസ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേക്കർക്ക് വേണ്ടിയാണ് എഴുതിയത്. എന്നാൽ യോഹന്നാൻ സുവിശേഷം എഴുതിയത് ദൈവ സഭയ്ക്ക് വേണ്ടിയാണ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. അപ്പോൾ എഴുതിയത് 4 പേരാണെങ്കിലും അവരുടെ മുമ്പിൽ എഴുതുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ അന്തരമണ്ഡലത്തിൽ മറഞ്ഞു കിടക്കുന്ന അനുവാചകർ, വായിക്കുന്നവർ 4 കൂട്ടരാണ്. സ്വതം അതുകൊണ്ട് തന്നെ വായിക്കുന്നവന് കാര്യം മനസ്സിലാകുന്ന രീതിയിൽ വായിക്കണമെന്നുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ 4 പേരും എഴുതിയത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 4 പേരും എഴുതിയത്. അപ്പോ അവിടെ മത്തായി യഹൂദന്മാർക്ക് സുവിശേഷം എഴുതുമ്പോൾ നമ്മൾ അതിൽ കൂടെ വിരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് കർത്തൃദാസന്മാരൊക്കെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, മത്തായി യേശുവിനെ സുവിശേഷത്തിൽ പരിചയപ്പെടുത്തിയത് സിംഹത്തോട് തുല്യമാണ്. എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? സിംഹത്തോട് തുല്യം. നമ്മൾ കേട്ടുണ്ട്, കാട്ടിലെ രാജാവായ സിംഹത്തോട് തുല്യമാണ് മത്തായി യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. അതായത് യേശുവിൻ്റെ രാജത്വമാണ് ആര് പരിചയപ്പെടുത്തുന്നത്? മത്തായി പരിചയപ്പെടുത്തുന്നത്. എന്നാൽ മർക്കോസ് റോമാക്കാർ സുവിശേഷം എഴുതുമ്പോൾ യേശുവിനെ കാളയ്ക്ക് തുല്യമാണ് പരിചയപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ നാട്ടുമൃഗങ്ങളുടെ രാജാവാണ് ഏത്? കാള. കാട്ടുമൃഗങ്ങളുടെ രാജാവ് സിംഹമായിരിക്കുമ്പോൾ നാട്ടുമൃഗങ്ങളുടെ രാജാവ് കാളയാണ് എന്ന് പറഞ്ഞ കാള ദാസത്വത്തെ കാണിക്കുകയാണ്. ദാസത്വത്തെ കാണിക്കുന്നു, ആ സർവർഷിപ്പിനെ കാണിക്കുന്നതുകൊണ്ട് യേശുവിനെ അങ്ങനെയാണ് മർക്കോസ് പരിചയപ്പെടുത്തിയത്. എന്നാൽ ലൂക്കോസ് യേശുവിനെ പരിചയപ്പെടുത്തിയത് ഈ ഭൂമിയുടെ രാജാവായ മനുഷ്യനായി കാണിച്ചുകൊണ്ട് മനുഷ്യത്വത്തെ പരിചയപ്പെടുത്താനിടയായി. എന്നാൽ യോഹന്നാൻ യേശുവിനെ പക്ഷിരാജാവായ കഴുകന് തുല്യം ദൈവത്വം പരിചയപ്പെടുത്താനിടയായി തീർന്നു. അപ്പോ നിങ്ങൾ നോക്കിയേ, എഴുതിയവർ 4 പേര്, അനുവാചകർ 4 കൂട്ടര്. അപ്പോൾ തന്നെ യേശുവിനെ 4 വീക്ഷണകോണുകളിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? പരിചയപ്പെടുത്തുക. ഇത് ബൈബിൾ ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് പറഞ്ഞു വിടുക. അപ്പൊ പറയാൻ വന്ന വാക്ക്, മത്തായി താൻ സുവിശേഷം എഴുതുമ്പോൾ അവിടെ പറയുന്നത് പിന്നെ അവൻ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ഏകദേശം 1 മണിക്കൂർ വിരിക്കേണ്ട വാക്കാ സ്തോത്രം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സ്തോത്രം പറയുന്ന കാര്യമല്ല പറഞ്ഞത്. അവിടെ സ്തോത്രം പാടി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് അവിടെ പാസ് ഓവർ കഴിഞ്ഞിട്ട് ലോർഡ് സപ്പറിന്റെ മാതൃകയും കാണിച്ചിട്ട് കർത്താവ് സ്തോത്രം 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 പറഞ്ഞ് ഒലിവുമലയിൽ പോയെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ പറഞ്ഞ സ്തോത്രം പാടാൻ പറഞ്ഞ നമ്മൾ സ്തോത്രം 1000 പ്രാവശ്യം പറയുന്നത് അങ്ങനല്ല. ഈ സ്തോത്രം പാടുക എന്ന് പറയുന്നത് യഹൂദന് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, 1 മണിക്കൂർ ചിന്തിച്ചേക്കട്ടെ മനസ്സിലാകൂ. യഹൂദന്റെ പാസ് ഓവർ നമ്മൾ പഠിച്ചെങ്കിലേ എന്തായി സ്തോത്രത്തിന്റെ പ്രത്യേകത എന്നറിയത്തുള്ളൂ. ശ്രദ്ധിക്കണേ, ഇവിടെ വന്ന് ഇതുവരെ ഒരു സ്തോത്രം പറയാത്തവർ ഒന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ.
അത് തന്നെ സ്വതം പറയാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. സ്വതം ശ്രദ്ധിക്കേണ്ടത് ഇതില്, കാരണം ആ സ്തോത്രം പാടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ തുടങ്ങേണ്ടത് പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകം 6 എടുക്കണ്ട ഞാൻ പോകുന്നില്ല വിഷയത്തിൽ. 6 അധ്യായം 6 വാക്യം തൊട്ട് പഠിച്ചെങ്കില് നമുക്ക് എന്തിനായി സ്തോത്രം പാടി എന്ന് പറയാൻ പറ്റുന്നത്. യഹൂദന്റെ പാസ് ഓവർ എന്ന് പറയുന്നത്, യഹൂദന്റെ പെസഹ എന്ന് പറയുന്നത്, അതിനൊരാചരണമുണ്ട്. എങ്ങനെങ്കിലും ഒക്കെ നടത്താൻ പറ്റിയ കാര്യമല്ല, അതിനൊരാചരണമുണ്ട്. അതുകൊണ്ടാണ് എക്സോഡസ് ചാപ്റ്റർ 6:6 കിടക്കുന്നത്. അവിടെ സർവശക്തനായ ദൈവം മോശയോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പന. ആ കൽപ്പനയ്ക്കകത്ത് 4 ഐവില്ല് വരുന്നുണ്ട്. അതായത് ഈ എക്സോഡസ് ചാപ്റ്റർ 6:6-7 പഠിച്ചാൽ അവിടെ 4 ഐവില്ല് വരുന്നുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. അവിടെ നോക്കിയാട്ടെ. 1, ഐ വിൽ ബ്രിങ്. 2, ഐ വിൽ റെസ്ക്യൂ. 3, അടുത്തത് ഐ വിൽ റെഡീം. 4-ാമത് 7-ാം വാക്യത്തിൽ ഐ വിൽ ടേക്ക് എന്നൊരു വാക്കുണ്ട്. അതായത് അവിടെ നോക്കിയാട്ടെ, ഞാൻ എൻ്റെ ജനത്തെ വിടുവിക്കുമെന്ന്, ഞാൻ എൻ്റെ ജനത്തെ ഉദ്ധരിക്കുമെന്ന്, ഞാൻ എൻ്റെ ജനത്തെ വീണ്ടെടുക്കുമെന്ന്, എൻ്റെ ജനത്തെ എൻ്റെ ജനമാക്കി തന്നെ തീർക്കുമെന്ന്. അങ്ങനെ 4 ഐവില്ല് പറഞ്ഞത് പാസ് ഓവറിന്റെ ബേസ് എന്ന് പറയുന്നത്. ഒന്ന് കരവുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ ഒരു ഉപവാസത്തിന്റെ ഈ 2-ാമത്തെ പകൽക്കാലം എത്ര പേർക്ക് ധൈര്യത്തോടൊന്ന് പറയാൻ പറ്റി? 4 ഐവില്ല്. ഐ വിൽ റെസ്ക്യൂ, ഐ വിൽ റെഡീം, ഐ വിൽ ബ്രിങ്, ഐ വിൽ ടേക്ക്. ദൈവം അതിലെ കർത്താവിന്റെ ഒരു ദാസം മുമ്പേ പറഞ്ഞതുപോലെ, നിന്റെ വിഷയം എന്തായിക്കോട്ടെ, നിന്റെ ഭാരം എന്തായിക്കോട്ടെ, നിന്റെ ചാലഞ്ചുകൾ എന്തായിക്കോട്ടെ, നിന്റെ ഓബ്സ്റ്റക്കിൾ എന്തായിക്കോട്ടെ, നിന്റെ മുമ്പിൽ വരുന്ന ബാരിയർ എന്തായിക്കോട്ടെ, അതിനെ നോക്കിക്കൊണ്ട് സർവശക്തന് മറ്റൊന്ന് പറയാനില്ല. ഏകദേശം 400 വർഷം മിസ്രൈമി അടിമ നുകത്തിൽ കിടന്നവനെ, അവനെ നോക്കിക്കൊണ്ട് ഐ വിൽ ബ്രിങ് എന്ന്, ഐ വിൽ റെസ്ക്യൂ എന്ന്, ഐ വിൽ ടേക്ക് എന്ന്, ഐ വിൽ റെഡീം എന്ന് പറയാമെങ്കിൽ നമ്മുടെ വിഷയത്തെ നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ അത് തന്നെ പറയാൻ കരുത്തുള്ള ദൈവത്തെ സേവിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വിഷയത്തിലേക്ക് വരിക. അപ്പോ ഇവർക്ക് ഈ 4 ഐവില്ല് വെച്ചാണ് അവർ പാസ് ഓവർ നടത്തുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഭാഗം കട്ട് ചെയ്തു. അപ്പൊ ഈ 4 ഐവില്ല് അവർ പറയുമ്പോ അതിനകത്ത് അവർ പാടുന്ന സങ്കീർത്തനമുണ്ട്. 113-ാം സങ്കീർത്തനം തൊട്ട് 118-ാം സങ്കീർത്തനം വരെ. വളരെ ശ്രദ്ധിക്കണേ. 113-ാം സങ്കീർത്തനം തൊട്ട് 118-ാം സങ്കീർത്തനം വരെ. അതിന് പേര് വലിയ ഹല്ലേൽ സങ്കീർത്തനം, ഗ്രേറ്റ് ഹല്ലേൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വലിയ സ്തോത്ര സങ്കീർത്തനങ്ങളാണ് 113 തൊട്ട് 118 വരെ. നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോ ഈ 4 ഐവില്ല് അവർ പറഞ്ഞ്, ആ ഐവില്ല് പറഞ്ഞതിന് ശേഷം സ്തോത്രം പാടി എന്ന് പറയുന്നത് 113-ാം സങ്കീർത്തനം തൊട്ട് 118-ാം സങ്കീർത്തനം വരെ പാടിയെന്നാണ്. അപ്പൊ ഈ സ്തോത്രം പാടിയെന്ന ഒരു വചന പഠനം പോലെ 113-ാം സങ്കീർത്തനം തൊട്ട് 118-ാം സങ്കീർത്തനം വരെ പാടി. അവിടെ ഒന്ന് കോമ ഇടുന്നു. സ്തോത്രം എന്തിനാന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ അവിടെ മടങ്ങി വരും, കാരണം നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ. അപ്പൊ ഇവർ പാടിയ പാട്ട് സ്തോത്രം പാടി. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക്. അപ്പോ 113 തൊട്ട് 118 വരെയുള്ള സങ്കീർത്തനം പാടി എന്നാണ് വാക്കിന്റെ അർത്ഥം. പിന്നീട് നമുക്ക് അത് മനസ്സിലാകും. അപ്പോ ഇത് ആര് പറയുന്നു? മത്തായി പറയുന്നു. നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ പ്രധാന ഇതിലേക്ക് വരണം. മത്തായി പറയുന്നു. എന്നാൽ ലൂക്കോസ് ഈ വിഷയം പറയുമ്പോൾ പറയുന്നത്, പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. പതിവ് പോലെ. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ വരാം. നമ്മുടെ പ്രധാന ദൂത് അവിടെയാ. എന്നാൽ യോഹന്നാൻ പറയുമ്പോൾ പറയുന്നത് ഇത് പറഞ്ഞതിന് ശേഷം. ഏത് പറഞ്ഞതിന് ശേഷം? സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. അതറിയണമെങ്കിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം തൊട്ട് വായിച്ചാലേ മനസ്സിലാകൂ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്നും അല്ല നമ്മുടെ ദൂത് വരുമ്പോൾ ഞാൻ നിർത്തി പറഞ്ഞോളാം. അത് യോഹന്നാൻ 13 തൊട്ട് നമ്മൾ വായിക്കണം. 13-ാം അധ്യായത്തിൽ മഹത്തായ 3 കാര്യങ്ങൾ നടക്കുന്നു. 1, കാല് കഴുക ശുശ്രൂഷ നടക്കുന്നു. 2, കർത്താവ് ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ പാസ് ഓവർ നടത്തുന്നു. അതിനുശേഷം കർത്താവ് കർത്തൃമേശ കൊടുക്കുന്നത്. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. അവിടെ കാല് കഴുക ശുശ്രൂഷ മറ്റാരും പറയുന്നില്ല. ആരേ പറയുന്നുള്ളൂ? യോഹന്നാനെ പറയുന്നുള്ളൂ. സഭയ്ക്ക് താൻ ലേഖനം എഴുതിയത് കൊണ്ട്, സഭയ്ക്ക് താൻ ഉപദേശം എഴുതിയത് കൊണ്ട് ആ മോഡൽ യോഹന്നാനെ പറയുന്നുള്ളൂ. പക്ഷെ മത്തായിയോ മാർക്കോസോ ലൂക്കോസോ ആ കാര്യം അങ്ങ് അവോയ്ഡ് ചെയ്തു. ശ്രദ്ധിക്കണേ, അവര് പറയാത്ത കാര്യം ആര് പറയുക? യോഹന്നാനാണ് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ പാസ് ഓവർ നടന്നു, അതായത് പെസഹ നടത്തുന്നു. പെസഹയുടെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു വിവരണം ഇങ്ങനെയാ പറയുന്നത്. 4 ഭൂരിപക്ഷ സുവിശേഷകന്മാർ പറയുന്നു, അവിടെ പാസ് ഓവർ നടത്തുമ്പോ യൂദ അവിടെ ഉണ്ട്. അതായത് പെസഹ കഴിക്കാൻ ആരുണ്ട്?
യൂദായുണ്ട്. സത്യം പറഞ്ഞ വചനത്തിന്റെ ശ്രേഷ്ഠത ഓർക്കുമ്പോൾ അറിയാതെ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയും. അവിടെ യൂദാ പാസ് ഓവറിന് വന്നിരിക്കുമ്പോൾ, ഞാൻ ഈ 4 ഐവിലൊക്കെ പറഞ്ഞാലേ അതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ, പക്ഷെ അവിടെ കട്ട് ചെയ്തു. എന്നാൽ യൂദാ വന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചു. യേശു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഞാൻ ഈ അപ്പകണ്ടം ചാറ്റിൽ മുക്കി ആർക്ക് കൊടുക്കുമോ അവൻ എന്നെ കാണിച്ചു കൊടുക്കും. ചിലർ ചിന്തിക്കുന്നത് യൂദാ കർത്തൃമേശ എടുത്തെന്ന. ഇല്ല കേട്ടോ, യൂദാ കർത്തൃമേശ എടുത്തില്ല. കള്ളന് കർത്തൃമേശ കൊടുക്കുന്നവനല്ല ആര്? നിങ്ങൾ പറഞ്ഞതിനായി സ്തോത്രം. ശ്രദ്ധിക്കണേ. അല്ല, നിങ്ങളാ പറഞ്ഞ കള്ളന് കർത്തൃമേശ കൊടുക്കുന്നവനല്ല ആര്? യൂദാ കർത്തൃമേശ എടുത്തില്ല. എങ്ങനെ ഭാഷ മനസ്സിലായത്? ഒരൊറ്റ വാക്ക് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. ആ വാക്കിതാണ്, ഹല്ലേലൂയ, അപ്പകണ്ടം ചാറ്റിൽ മുക്കി കൊടുത്തെന്ന്. എന്ന് പറഞ്ഞാൽ ഗ്രേവി മുക്കി കൊടുത്തെന്ന്. കർത്തൃമേശയ്ക്ക് എന്തോ ഇല്ല, ഗ്രേവി ഇല്ല. ഉണ്ടോ സ്തോത്രം? ഗ്രേവി ഇല്ല, പക്ഷെ പാസ് ഓവറിന് ഗ്രേവി ഉണ്ട്. നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പോരാട്ടം വരൽ ഉപവാസം തുടങ്ങിയതേ ഉള്ളൂ. അല്ല, മട്ടന്റെ ഗ്രേവി അതിനകത്തുണ്ട്, പാസ് ഓവറിനുണ്ട്, പക്ഷെ കർത്തൃമേശയ്ക്കില്ല. ചാറ്റി മുക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൊടുത്തത് പാസ് ഓവറിന്റെ കാര്യമാ. എന്നാ അതിനു മുമ്പ് ലോർഡ് സപ്പറിന് മുമ്പ്, ഇതൊക്കെ ഒരു ദൂതാകട്ടോ, നമുക്ക് വിടുതലുകളുണ്ട്, ഡെലിവറൻസുകളുണ്ട്. പക്ഷെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന മുമ്പേ കർത്തൃവിത്യന്മാർ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ ക്രമീകരണം പ്രാപിക്കാനുണ്ടെങ്കിൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഒന്ന് അടുത്തു വരാൻ ഏതൊക്കെ മേഖലയുണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്വരം, അത് ഒന്ന് അടുത്തു വരേണ്ടത് തടസ്സം നിൽക്കുന്ന സകല മേഖലകളിൽ കണ്ടുപിടിച്ച് ആത്മാവിൽ ജയിക്കുന്നതാണ്. അതാണ് ഉപവാസത്തിന്റെ പ്രൈമറി ഡെലിവറൻസ് എന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാൻ പറ്റുമോ? ഒന്ന് പറ, കർത്താവേ, ഹല്ലേലൂയ, നീയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റുന്നത്, നിന്നോടുള്ള പറ്റുമാനത്തിൽ നിന്ന് എന്നെ അകറ്റുന്നത്, അതെന്തായാലും അതിന്മേൽ എനിക്കൊരു ക്രമീകരണം ആവശ്യമാണ്. പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരിക. അപ്പൊ പറയാൻ വരുന്നത്, യൂദായ്ക്ക് ഹല്ലേലൂയ ഈ പാസ് ഓവർ കൊടുത്തിട്ട്, അല്ലെ പെസ കൊടുത്തിട്ട് യൂദായെ പറഞ്ഞു വിട്ട ശേഷം കർത്താവ് കർത്തൃമേശ കൊടുക്കുന്നു. ഇത് പറയുന്നത് യോഹന്നാൻ 13 പറയുന്നു. 14-ാം അധ്യായം, നമ്മൾ എന്തിനാ ഈ 18 എന്താ വാക്ക് വന്നെന്നറിയാനാ. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്റെ പിതാവിൽ വിശ്വസിപ്പിൻ, എന്നും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നതല്ല, ഞാൻ നിങ്ങൾക്ക് മാൻഷൻ ഒരുക്കാൻ പോകുന്ന, ഞാൻ നിങ്ങൾക്ക് കൊട്ടാരം ഒരുക്കാൻ പോകുന്നു. അതൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്ന് പറഞ്ഞ് വെളിപ്പെടാൻ പോകുന്ന ഗ്രേറ്റ് മാൻഷന്റെ ആ പ്രോമിസ് ആര് പറയുന്നു? കർത്താവ് പറയുന്നു. ഇത് 14-ാം അധ്യായം. 15-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം ഈ പ്രാവശ്യത്തെ റിട്രീറ്റിൽ എടുത്ത സബ്ജക്റ്റാണ് ഹല്ലേലൂയ, ആ സ്പിരിച്വൽ ഇന്റിമസി. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഈ മുന്തിരിവള്ളിയിലെ കൊമ്പാണ് നിങ്ങളെന്ന് പറഞ്ഞ് വെളിപ്പെടാൻ പോകുന്ന സ്പിരിച്വൽ ഇന്റിമസിയെ കുറിച്ച് അതിന്റെ പ്രോമിസ് കർത്താവ് പറയേണ്ടതായി. അവിടെ 15-16 കിടപ്പുണ്ട്. നമ്മൾ അന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു വന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കണമെന്ന് പറഞ്ഞ് അതൊരു വലിയ പ്രോമിസ് ആയിരുന്നു. അത് കർത്താവിന്റെ ഡിക്ലറേഷൻ ആയിരുന്നു. ഇത് അല്ല പറയുന്നത് 15-16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ വെളിപ്പെടാൻ പോകുന്ന ആ ഗ്രേറ്റ് കംഫർട്ടറിനെ കുറിച്ച്, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ, തെറ്റ്, അങ്ങനല്ല, കംഫർട്ടർ എന്ന് പറഞ്ഞ ആശ്വാസപ്രദൻ. നമ്മൾ ഈ കാര്യസ്ഥന്മാരെ മാത്രം കണ്ട മലയാളി. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ അവിടെ കാര്യസ്ഥൻ എന്നല്ല കിടക്കുന്നത്, തേങ്ങയുടെ നെല്ലിന്റെ കണക്കെഴുതുന്ന കാര്യസ്ഥനല്ല പരിശുദ്ധാത്മാവ്. അവൻ ഗ്രേറ്റ് കംഫർട്ടർ ആണ്, ഒരാശ്വാസപ്രദനാണ്. ഞാൻ പോകുന്നു. നമുക്കൊന്ന് കരമുയർത്തി പറയാം, ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനല്ല, ആശ്വാസപ്രദം വരില്ല. ഞാൻ പോയാൽ അവനെ പിതാവിൽ നിന്ന് മേടിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് അയച്ചു തരും. അവന്റെ പേര് ആശ്വാസപ്രദനാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂതനപ്പെടുക. നിന്റെ ഭാരം കേൾക്കാൻ, നിന്റെ വേദന കേൾക്കാൻ, നിന്റെ ദുഃഖം കേൾക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മേഖലകളിൽ ഇല്ല കേട്ടോ, ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ത്രിയേക ദൈവത്വത്തിന്റെ 3ാമത്തെ വ്യക്തിത്വമാകുന്ന പരിശുദ്ധാത്മാവെന്ന ആ വലിയ ആശ്വാസപ്രദനെ ദൈവം നൽകിയതോർത്തൊന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്. ഇത് പറയുന്നത് 16-ാം അധ്യായം. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോ
കർത്താവിന്റെ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ആണ്, മഹാപൗരോഹിത്യ പ്രാർത്ഥന. അപ്പൊ ശ്രദ്ധിക്കണേ, ഇത് 17-ാം അധ്യായം പറഞ്ഞ് എന്നിട്ടാണ് 18-ാം അധ്യായത്തിലേക്ക് വരുന്നത്. അപ്പോ ഇത് പറഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 14-ാം അധ്യായത്തിൽ പറയുന്ന 14-ലെ 13 തൊട്ട് തുടങ്ങണം, 14-ലേക്ക് വരിക. 14-ൽ പറയുന്ന സ്വത്രം മാൻഷനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. അടുത്ത 15 വന്ന് ആ ഇന്റിമസിയെ കുറിച്ച് പറഞ്ഞു. 16-ൽ കംഫർട്ടറിനെ കുറിച്ച് പറഞ്ഞ ശേഷം കർത്താവ് ഹൈ പ്രീസ്റ്റ്ലി പ്രയർ നടത്തി, മഹാപൗരോഹിത്യ പ്രാർത്ഥന. ആ പ്രാർത്ഥന നടത്തിയിട്ട് കർത്താവ് ശിഷ്യന്മാരുമായി എഴുന്നേറ്റു. ഇത്ര മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് ഓടുക. ഇതൊന്നും അല്ല, നമ്മുടെ ഒരു സ്വയശോധനയ്ക്ക് നമ്മൾ ഇത് ചിന്തിക്കാൻ പോകുക. അപ്പൊ ഇനി നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കിയേ. ഈ പറയുന്ന 13, 14, 15, 16, 17 ഇത്രേ കാര്യം നടന്നത് മർക്കോസിന്റെ മാളികയിൽ അല്ലെ സെഹിയോൻ മാളികയ്ക്കകത്ത്. കർത്താവ് ഹൈ പ്രീസ്റ്റ്ലി പ്രയർ നടത്തിയതും അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ്. ഇത് കഴിഞ്ഞ ശേഷം നമുക്കിനി മത്തായിലേക്ക് വരാം. മത്തായി പറയുന്നു സ്തോത്രം പാടിയ ശേഷം അല്ലെ, ഇത് പറഞ്ഞ് ഹൈ പ്രീസ്റ്റ്ലി പ്രയർ നടത്തിയിട്ട് കർത്താവ് എന്ത് ചെയ്തു? നേരെ 113-ാം സങ്കീർത്തനം പാടാൻ തുടങ്ങി. പ്രസംഗം നിർത്താൻ പോകുകയല്ല, നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ ഇന്ന് രാവിലെ കയറാൻ പോകുക. അപ്പൊ നോക്കിയേ, ആ 113-ാം സങ്കീർത്തനം പാടി കർത്താവ് ശിഷ്യന്മാരും കൂടെ പാടി സെഹിയോൻ മാളിക വിട്ടു, യെരൂശലേം പട്ടണത്തിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഈ പട്ടണമൊക്കെ ചിന്തിച്ചാൽ നിർത്തത്തുള്ളൂ. യെരൂശലേം പട്ടണത്തിലേക്ക് വന്നു. അവിടെ നിന്ന് ടെമ്പിൾ മൗണ്ടിന്റെ മല ഇറങ്ങി. ഇന്നലെ രാത്രി ടെമ്പിൾ മൗണ്ട് നമ്മളൊന്ന് തൊട്ടുപോയതാ. ടെമ്പിൾ മൗണ്ടിന്റെ മലയൊന്ന് ഇറങ്ങി വരുമ്പോഴും 113-ാം സങ്കീർത്തനം തൊട്ട് പാടി പാടി വരിക. കിദ്രോൻ, ഈ മല ഇറങ്ങി വരുന്ന സ്ഥലമാണ് കിദ്രോൻ തോട് എന്ന് പറയുന്നത്. ആ തോട് കടന്ന് അടുത്ത മല മൗണ്ട് ഒലിവാണ്. ശ്രദ്ധിക്കണം, മൗണ്ട് ഒലിവ് നമ്മുടെ വിഷയം അവിടെയാ. മൗണ്ട് ഒലിവിലേക്ക് കർത്താവ് നടന്ന് ആ കേറി ചെല്ലുന്ന ചരിവില്, അതായത് ഈ പറയുന്ന ടെമ്പിൾ മൗണ്ടിന് യെരൂശലേം ദേവാലയ മുഖമായിരിക്കുന്ന ഒരു തോട്ടമാണ് ഗസമന, അതായത് ഒലിവുമലയുടെ ഒരു ചരിവ്. ആ തോട്ടത്തിലേക്ക് കർത്താവ് കയറി. ഇത്ര നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ തോട്ടത്തിലേക്ക് കർത്താവ് കയറി. അവിടെ ചെന്നപ്പോൾ നമുക്കറിയാം 118-ാം സങ്കീർത്തനത്തിലേക്ക് കയറി. ആ തോട്ടത്തിൽ ഞാൻ ഒരു ഭാവന പറയുക. ഞങ്ങൾ ഹോമിൽറ്റിക്സ് ഹെർമോണിറ്റിക്സും പഠിപ്പിക്കുമ്പോൾ, പ്രസംഗശാസ്ത്രവും വ്യാഖ്യാനശാസ്ത്രവും ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, പ്രസംഗിക്കുന്നവൻ കേൾക്കുന്നവർക്ക് ഒരു ഇമാജിനറി ലെവൽ കൊടുക്കണമെന്ന്. എന്തിനാണെന്നറിയാമോ? എങ്കിലേ കാര്യം മനസ്സിലാകൂ. അങ്ങനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയാം. ആ ഗസമന തോട്ടത്തിലേക്ക് അരിമനാഥൻ കാലെടുത്ത് വെക്കുമ്പോൾ 118-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തോട് താൻ ഓടിയെത്തി. അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗ പശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? ശ്രദ്ധിക്കേണ്ടത് ബദലേ അല്ലെ, 118-ന്റെ അവസാനം വാക്കെടുക്കുന്നത് അതൊരു പ്രൊഫറ്റിക്കൽ ആ സാമാണത്, ഒരു മസൈക സങ്കീർത്തനമാണ്. അവിടെ പറഞ്ഞ വാക്കിങ്ങനെയാണ്, സ്വർഗീയ പിതാവേ, യാഗപീഠത്തിനരികെ കൊണ്ടിരുന്ന യാഗ പശുവിനെ, യാഗമൃഗത്തെ അത് ഓടിപ്പോകാതിരിക്കേണ്ടതിന്, അത് കുതറിപ്പോകാതിരിക്കേണ്ടതിന്, അത് ഹല്ലേലൂയ പുരോഹിതനോട് മത്സരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ കഴുത്ത് യാഗപീഠത്തിന്റെ കൊമ്പെ കെട്ടിയിരുന്നത് പോലെ ഒരു യാഗ പശു കണക്ക് ഞാൻ ഈ ഗസമനയിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുക. മാനവകുലത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായി ഒരു യാഗമൃഗ കണക്ക് ഞാൻ ഏൽപ്പിക്കപ്പെടാൻ പോകുക. ആ യാഗ പശുവിനെ യാഗപീഠത്തോട് ചേർത്ത് കെട്ടുന്നത് പോലെ നാഥാ, നിന്റെ സ്നേഹവാശത്താൽ നീ എന്നെ ഒന്ന് ബന്ധിക്കാൻ ഇടയാകണം. ഒരിക്കലും ഞാൻ കുതിറിപ്പോകാൻ ഇടയാകരുത്, ഞാൻ വിഘടിച്ചു പോകാൻ ഇടയാകരുത്. ആ ഗ്രേറ്റ് സബ്മിഷൻ എന്റെ ജീവിതത്തിൽ തരണമെന്ന് പറഞ്ഞ് അവിടെ യാഗ പശുവിനോട് തുല്യനായി യേശു ഏൽപ്പിക്കപ്പെടാൻ ഇടയായി തീർന്നു. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞതില്ലേ. ഞാനൊരു വാക്ക് പറയട്ടെ, ഇന്ന് നമ്മളൊക്കെ ശ്രേഷ്ഠരായിരിക്കുന്നത് അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട്, ആദ്യത്തെ ദിവസം ആയതുകൊണ്ടൊക്കെ ഒരു സ്തോത്രം പറയാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ തന്നെ എവിടെയോ പറഞ്ഞു, എൻ്റെ ടോപ്പിക്ക് വിട്ടുപോകുന്നില്ല എങ്കിലും നമുക്കൊന്നൊരു സ്തോത്രം പറയാൻ ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ കൃപയാൽ ഈ വർഷം ദൈവകൃപയാൽ ഈ വർഷം പല ഡൊമസ്റ്റിക് യാത്രയും കഴിഞ്ഞു, ഇന്റർനാഷണലും കഴിഞ്ഞു. നിങ്ങളുടെ ഇരിപ്പ് കണ്ട് നിങ്ങളാരും യാത്ര ചെയ്യാത്തവരാന്ന് തോന്നുന്നു. അല്ലെ, ശ്രദ്ധിക്കണം, പല ഡൊമസ്റ്റിക്കും കഴിഞ്ഞു, പല ഇന്റർനാഷണലും കഴിഞ്ഞു. എന്തുമാത്രം കർത്താവ് വെച്ചാൽ ഈ ദിവസങ്ങളിൽ പിന്നെ യാത്ര ചെയ്യുക. സ്വതന്ത്രം നാട്ടിൽ ചെന്നാലും യാത്രകളാ. പറയാൻ വന്നത്, എനിക്ക് ഇത്രയും യാത്ര ഒരുക്കിയവൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ വണ്ടിയെ കയറിയെന്ന് ബാക്കിയുള്ളൂ. സ്വോത്രം പറയാനൊരു വക പറയുക. 33.5 തിരുവയസ്സ് വരെ പാലസ്തീന്റെ മണ്ണിൽ അരിമനാഥൻ സഞ്ചരിച്ചിട്ട് ഒറ്റ പ്രാവശ്യം മാത്രമേ വാഹനത്തെ കയറിയെന്നൊരു വാക്കുള്ളൂ. അത് വെറും 2000 മുഴമ, 3000 അടി, 3000 ഫീറ്റ്. നമുക്കറിയാം ആ വാഹനം നമ്മളൊക്കെ കയറാൻ മടിക്കുന്ന കഴുതയുടെ പുറത്താ.
വേറെ എവിടെങ്കിലും ഒരു വാക്യം കാണിക്കാമോ കർത്താവ് വാഹനത്തെ കയറിയെന്ന്? ബൈബിളിൽ ഇല്ല. കേറിയോ ഇല്ലയോ ബൈബിളിൽ വാക്യമില്ല. കേറിയത് ആകപ്പാടെ ബദാന്യക്കും ബത്ഭായ്ക്കും എടുത്തു വന്ന് പ്രവചന നിവർത്തിക്ക് വേണ്ടി കർത്താവ് ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയതല്ലേ ഉള്ള വാക്യം. സ്തോത്രം. ആ കയറിയവനാണ് കൃപയാൽ ഇത്രയും യാത്ര ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകിയത് ഓർത്തെന്ന് ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയുന്നതിന്. അല്ലെങ്കിൽ നിത്യരക്ഷയോർത്ത് സ്തോത്രം പറയുമ്പോ, അല്ല ഇന്നലകളിൽ നടത്തിയത് ഓർക്കുമ്പോഴാ, അവന്റെ സ്നേഹം ഓർക്കുമ്പോഴാ, ദരിദ്രരായ നമ്മെ സമ്പന്നനാക്കാൻ സമ്പന്നനായവൻ ദരിദ്രനായി അവതരിച്ച ആ സ്നേഹം ഓർക്കുമ്പോഴാ എത്ര പേർക്കൊന്ന് കരമുയർത്തി പറയാൻ പറ്റും, അപ്പൊ ഉപവാസത്തിന്റെ രണ്ടാമത്തെ പകൽ ഞാൻ നിന്നെ ആരാധിക്കുകയാണ്. എന്നെ ഇത്രത്തോളം മാന്യതയോടെ, ഇത്രത്തോളം മഹത്വത്തോടെ, ഇത്രയോളം ശ്രേഷ്ഠതയോടെ എന്നെ നടത്തിയവനെ, അല്ല നിന്റെ സ്നേഹം എത്ര വലുത്. എനിക്കറിയില്ല, അല്പസമയം ഒന്ന് സ്തോത്രം പറയാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം സ്തോത്രം പറയാനുള്ള വക. ആദ്യത്തെ ദിവസം അങ്ങനെ സ്തോത്രത്തെ ഞങ്ങൾ പറയാറുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും സ്തോത്രത്തെ തുടങ്ങണം. എങ്ങനെ തുടങ്ങണം? ആരാധനയെ തുടങ്ങണം. അഭയാചനയെ കൂടെ യാത്ര ചെയ്യണം. അവസാനം ജയത്തോടെ പുറത്തിറങ്ങണം. സ്വതം എത്ര പേർക്ക് ആശയം മനസ്സിലായി? നമ്മളൊക്കെ ആണെങ്കിൽ ജയത്തോടെ തുടങ്ങും, അവസാനം കരച്ചിലോടെ തീരല്ലേ. ഒന്ന് കരവുയർത്തി ദൈവാത്മാവ് എന്നെ ടോപ്പിക്ക് മാറ്റിക്കൊണ്ടുപോകുന്നു. ഒന്നും കൂടെ പറയാം. ഒരു പ്രാർത്ഥന നമ്മൾ തുടങ്ങേണ്ടത് ആരാധന തുടങ്ങണം, സ്തോത്രത്തോടെ തുടങ്ങണം, അഭയാചനയോടെ നടക്കണം. പക്ഷെ പ്രാർത്ഥനാ വിട്ടെഴുതേക്കുമ്പോ ജയത്തോടെ പുറത്തിറങ്ങണം. സ്വതം. ഇവിടെ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന എന്തിക്കുന്നത്? ഇവിടെ അതല്ലേ കിടക്കുന്നത്, സ്തോത്രത്തോടല്ലേ തുടങ്ങിയത്. പക്ഷെ അവിടെ ചെന്നപ്പോ അഭയാചനയല്ലേ. അതല്ലേ എബ്രായ ലേഖനം വിളിച്ചു പറയുന്നത്. തന്നെ മരണത്തിന്, തന്റെ ഐഹ്യജീവകാലത്ത് തന്നെ മരണത്തിന് വിടുവിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം മറുപടി ലഭിക്കുകയും ചെയ്തെന്ന് പറയുന്ന പോലെ കണ്ണുനീരോടെ അവൻ യാത്ര ചെയ്തു. പക്ഷെ ഗസ്സമന വിട്ട് പുറത്തു വരുമ്പോ അവൻ പരാജയപ്പെട്ടവനല്ല, അവൻ കരയുന്നവനല്ല. വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെ തിരയുന്നു? നസ്രനായ യേശുവിനെ എന്ന് പറയുമ്പോ ഞാനാണെന്ന് പറഞ്ഞ് കേട്ടവൻ താഴെ വീഴത്തക്കവണ്ണം ആത്മശക്തിയുടെ അധികാരത്തിന്റെ ജയത്തിന്റെ പേര് മുഴക്കിയെങ്കിൽ എത്ര പേർക്കൊന്ന് കരമുയർത്തി പറയാൻ പറ്റും? ഉപവാസ സ്തോത്രത്തിൽ തുടങ്ങിയാൽ, ഉപവാസം അഭയാചന പോയാൽ, അതിനപ്പുറത്ത് ജയത്തോടെ പുറത്തിറങ്ങാൻ നിന്റെ വിഷയത്തിന്മേൽ, ചർച്ചിന്റെ വിഷയത്തിന്മേൽ, പട്ടണത്തിന്റെ വിഷയത്തിന്മേൽ ഒരു ജയപേര് മുഴക്കാൻ ദൈവാത്മാവ് ശക്തമായി ദൂതനപ്പെടുക. നമ്മളിന്ന് കർത്താവിന്റെ പ്രാർത്ഥന എന്തിക്കാൻ പോകുന്നത്? സിമ്പിള് പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ. എന്റെ യേശു നീ എന്തിനാ അവിടെ പോയെ? അതാ നമുക്ക് ചോദിക്കണ്ടേ. നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു വരുന്നെങ്കിൽ നമ്മൾ അവസാനം ഒരു ചോദ്യം ചോദിക്കും. ഞാനിവിടെ നിൽക്കുന്ന ഒരു സത്യമാണ്, നിങ്ങൾ ഇരിക്കുന്ന ഒരു സത്യമാണ്, യേശു ഇതിനകത്ത് ഒരു സത്യ. നമ്മൾ കർത്താവിനോട് നിങ്ങൾക്കൊരു സന്തോഷമില്ല, ഒരു നല്ല സ്തോത്രം പറഞ്ഞു കേട്ടോ, കർത്താവിനകത്തുണ്ടെന്ന്. അതൊരു യാഥാർത്ഥ്യ, ഫാക്റ്റാ. അത് ട്രൂത്ത് അല്ല, ഫാക്റ്റാണ്. കർത്താവിനകത്തുണ്ട്. കർത്താവിനോട് നമ്മൾ ചോദിക്കാം, കർത്താവെ അങ്ങ് എന്തിനാ അവിടെ പോയെ? ഇതാണ് നമ്മുടെ ചോദ്യം. അതിലേക്കാ വരുന്നത്. പക്ഷെ സ്തോത്രം പറയാൻ ചിലത് ദൈവാത്മാവ് പെട്ടെന്ന് ഒന്ന് ഇത്രയും വാഹനത്തെ നമ്മെ കയറ്റിയ കർത്താവിന്റെ വലിയദാസന്മാർ നിത്യതയുടെ കാര്യമൊക്കെ പറഞ്ഞു, ജോം ഭാഷ പറഞ്ഞു കഴിഞ്ഞു ചേർത്ത്. ഇത്രയും വാഹനത്തെ നമ്മെ കയറ്റിയോ ജീവിതത്തിൽ ഒന്നേ വാഹനത്തെ കയറിയിട്ടുള്ളൂ. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രന് തലയയക്കാൻ മണ്ണില്. അവസാന കാൽവറിയുടെ കുലക്കടത്തി സ്വന്തം തോളിലാ തലയയച്ചേ. മനസ്സിലായില്ല. പറവയ്ക്ക് എന്തുണ്ട്? പറവയെ സൃഷ്ടിച്ചവൻ, കൂടുണ്ടാക്കാൻ വഴി കാണിച്ചു കൊടുത്തവൻ, കുറുനരിക്ക് കുഴിയുണ്ടാക്കാൻ വഴി കാണിച്ചവൻ, നെഞ്ചത്ത് വെച്ച് കൈവച്ച് ഒരു വാക്ക് പറഞ്ഞു, മനുഷ്യപുത്രന് ഭൂമിയിൽ എന്തില്ല? തലചായ്ക്കാൻ ഇടമില്ല. അവസാനം എവിടെ തലയായ്ച്ചെന്നാ? കാൽവരിയുടെ കുലക്കടത്തിൽ പടഞ്ഞു മരിക്കുന്നതിന് മുമ്പ് സ്വന്തം തോളിൽ തലചായ്ച്ച് അവൻ പ്രാണനെ വിടാനിടയായി. തീർന്നില്ല കേട്ടോ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. സിൽക്ക് വസ്ത്രം, അതുകൂടെ അതൊരു സ്തോത്രം പറയാനുള്ള ഒരു വകയും കൂടെ പറയാം. സിൽക്ക് വസ്ത്രം കണ്ടുപിടിക്കാൻ, സിൽക്ക് വസ്ത്രം ഉണ്ടാക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, പട്ടുനൂൽ പുഴുവിനെ കൊണ്ടല്ലേ. പട്ടുനൂൽ പുഴുവ് അത് ചെറിയ ഇല നിന്ന് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ദ്രാവകം കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? അപ്പൊ പട്ടുനൂൽ പുഴുവിനെ സൃഷ്ടിച്ചവൻ ഈ പട്ടുനൂൽ പുഴുവിൽ നിന്ന് വരുന്ന ആ ദ്രാവകം കൊണ്ട് അതുകൊണ്ട് സിൽക്ക് വസ്ത്രം ഉണ്ടാക്കാൻ ചൈനക്കാരെ പഠിപ്പിച്ചു കൊടുത്തവൻ. ടെക്നോളജി പറഞ്ഞു കൊടുത്താരാ? അത് സർവശക്തനായ ദൈവമാണ്. ചൈനക്കാരെ പറഞ്ഞു കൊടുത്തവൻ, പഠിപ്പിച്ചവൻ. അതിനുശേഷം ആ സിൽക്ക് വസ്ത്രം ലോകത്ത് BC-യിലാ കണ്ടുപിടിച്ചത്. അതിനുശേഷമാ അരുമനാഥൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ അരുമനാഥൻ സകലത്തെ സൃഷ്ടിച്ച, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ ചൈനക്കാർക്ക് സിൽക്ക് വസ്ത്രം ഉണ്ടാക്കാൻ വഴി പറഞ്ഞു കൊടുത്തവൻ. അന്നത്തെ കാലത്ത് രക്താംബരം, പർപ്പിൾ ഡ്രസ് ഉള്ള കാലത്ത് ഇവിടെ ഇറങ്ങി വന്ന കർത്താവ് അവിടെ കിടക്കുന്ന ലിനൻ എന്താ കിടക്കുന്നത്? ചാക്കിശീലക്കകത്താ പൊതിഞ്ഞത്. സ്വതം
എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്ന് ലിനന് നല്ല വിലയുണ്ട്, അന്നത്തെ ലിനന് നല്ല വിലയൊന്നുമില്ല. ചാക്കിശീല, അവനെ കിടത്തിയത് ചാക്കിശീലക്കകത്ത്. എന്തിനാണെന്നറിയാമോ? ഒരു വാക്കൂടെ ചേർത്ത് പറയാം, സമ്പന്നന്മാർക്ക് വേണ്ടി മാത്രമല്ല, ദാരിദ്ര്യാവസ്ഥ കിടക്കുന്ന അല്ല തന്റെ മക്കളെ നേടേണ്ടതിന് വേണ്ടി. ഒന്നും കൂടെ ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തിൽ നിൽക്കുന്ന ആ സമ്പന്നനായവൻ ദരിദ്രനായി അവതരിച്ചത് ദരിദ്രരായി നമ്മെ സമ്പന്നനാക്കാനാണെന്ന് എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? ഞാൻ മെറ്റീരിയൽ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനല്ല. ഇത് പിന്നെ അവർ എഡിറ്റ് ചെയ്തോളും. ദൈവാത്മാവ് ഇടപെടുന്നു. രാജ്യം ഇതാണെന്ന് എനിക്കറിയാം, പട്ടണം ന്യൂയോർക്ക് ആണെന്ന് എനിക്കറിയാം. പക്ഷെ സാമ്പത്തിക മേഖലകളിൽ കുരുങ്ങിക്കിടക്കുന്ന ചില മേഖലകളുടെ മേൽ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. സാമ്പത്തിക മേഖലകളിൽ ഒരു ഡെലിവറൻസ് കൊതിക്കുന്ന ചിലത് ഇന്ന് രാവിലെ ഇതിനകത്തുണ്ട്. കർത്താവിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കാൻ പോകുക. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു അസാധാരണമായ ഇടപെടൽ ദൈവാത്മാവ് ആവർത്തിക്കുന്നു. എന്റെ ദൈവം അത്ഭുതം ചെയ്യാൻ, എന്റെ ദൈവം വിശ്വസ്തൻ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ഓടി വരിക. സ്വന്തം പറയാൻ വന്ന വാക്ക്. അപ്പൊ ഇത് പറഞ്ഞ ശേഷം എന്ത് ചെയ്തു? ഒലിവുമലയ്ക്ക് നമ്മുടെ സമയം നമ്മുടെ ഓടി പോകുന്നു. എനിക്ക് ഒരു 35 മിനിറ്റ് കൊണ്ട് കാച്ചിക്കുറുക്കി കാര്യം പറഞ്ഞ് നമുക്കൊന്ന് ആരാധിക്കണം. സ്വന്തം പ്രസംഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ മത്തായി പറയുന്നത് സ്തോത്രം പാടി, മനസ്സിലായല്ലോ. 113 തൊട്ട് 118 വരെയുള്ള സങ്കീർത്തനം പാടി. എന്നാൽ യോഹന്നാൻ ഇത് പറഞ്ഞെന്ന് പറയുന്നത് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്നാൽ ഇതേ വിഷയം നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നും കൂടെ വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22-ാം അധ്യായം 39-40 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. ആ ആ ആ മതി ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇനി അല്പം ഞാൻ ശാന്തമായി പറയാം, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ. ഇനിയാണ് നമ്മുടെ പ്രസംഗത്തിൽ വരുന്നത്. പക്ഷെ ഈ കാര്യം ലൂക്കോസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ഈ ചരിത്രവും എല്ലാവരും ശ്രദ്ധിച്ച്, ഞാൻ ശാന്തമായതുകൊണ്ട് നിങ്ങൾ ഉറങ്ങല്ല്. നമുക്ക് പിന്നെ ആത്മാവി ബലപ്പെട്ട് കയറി വന്ന് അല്പം സ്പീഡിൽ വരാൻ വേണ്ടിയാ ഇപ്പൊ ഒന്ന് ശാന്തമായി. ഈ കാര്യം മത്തായി യോഹന്നാനും ഒക്കെ ഹിസ്റ്റോറിക്കലി പറയുമ്പോൾ ഇവിടെ ലൂക്കോസ് പറയുന്നത് കർത്താവ് എങ്ങനെ പോയെന്നാണ്. അങ്ങനെ നമുക്ക് ഇന്ന് രാവിലെ കർത്താവിനോടൊന്ന് ചോദിക്കാം, കർത്താവേ, അങ്ങക്ക് ഒലിവുമലയിലെ പ്രാർത്ഥന എന്തായിരുന്നു? ആ വാക്യം നിങ്ങൾ എടുത്തോണേ, അവിടെ മറിച്ച് പോവല്ലേ. അങ്ങക്ക് ഒലിവുമലയിലെ പ്രാർത്ഥന എന്തായിരുന്നു? കർത്താവ് പറയും, എനിക്ക് ആ പ്രാർത്ഥന ഒരു ശീലമായിരുന്നു. 2, എനിക്ക് ആ പ്രാർത്ഥന ഒരു ലക്ഷ്യമായിരുന്നു. 3, എനിക്ക് ആ പ്രാർത്ഥന ഒരു പോരാട്ടമായിരുന്നു. നമ്മുടെ പ്രധാന ഉദാഹരണം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ആ വാക്യം നോക്കി അവിടെ കണ്ട. പിന്നെ അവൻ പതിവ് പോലെ എവിടെ പോയെന്നാ? ഉറക്കെ പറ. പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ഈ നമ്മളൊരു കാര്യം പതിവ് പോലെ ചെയ്യണമെങ്കിൽ അതൊരു ശീലമായിരിക്കണമല്ലോ. ഞാൻ അല്പം ശാന്തമാകുന്നു, പിന്നെ സ്പീഡിൽ വരാം. ഈ ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. എന്നാ പറയാൻ മടി? നിങ്ങളുടെ ഇരിപ്പ് കണ്ട് ജോലി ചെയ്യുന്ന അങ്ങോട്ട് നാണംകേട് പോലെ. ആ ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞു. നിങ്ങൾക്ക് ബാക്കി ആർക്കും ഒരു ജോലി ഇല്ലയോ? ഞാനൊന്ന് എൻ്റെ പ്രസംഗ ശൈലി വിട്ടു. കങ്കിലെ കാര്യം, നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലയോ? ഒന്ന് ചുമ്മാ രാവിലെ എഴുന്നേക്കുക, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? അല്ലല്ലോ, എന്തുപോലെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ വേല കർത്താവിൻ്റെ വേലയാണ്. ഒന്ന് സ്വത്രം പറഞ്ഞോട്ടോ, അത് തന്നെ എൻ്റെ ജോലിയാണ്. അപ്പം നമ്മളെല്ലാം എന്ത് ചെയ്യണം? വേണ്ട, ജോലിക്കാരെ തന്നെ വിളിച്ചു ചോദിക്കാം. മടുപ്പില്ലാതെ ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് കരവുയർത്തി സ്വത്രം പറ. എൻ്റെ ഭാഷ ഞങ്ങൾ ന്യൂയോർക്കില്ല, അങ്ങനെയൊക്കെ ചോദിക്കാം. അമേരിക്ക വന്നൊക്കെ അങ്ങനെ ചോദിക്കാം. അത് തന്നെ. അങ്ങോട്ട് ശ്രദ്ധിക്കാം, നമുക്കൊന്ന് ശാന്തമായിട്ട് കയറാം, നമ്മുടെ കർത്താവിലേക്ക് പോവുക. മടുപ്പില്ലാതെ ജോലി ചെയ്യുന്നവർ. ന്യൂയോർക്കിലും മടുപ്പുണ്ടല്ലേ? കേരളത്തെ മടുത്ത് എല്ലാവരും കൂടി UK-യിലും ഗൾഫിലും പോയി. ആദ്യം ഗൾഫിൽ പോയി, ഗൾഫിൽ മടുത്തപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി UK-ക്ക് പോയി. UK മടുത്തപ്പോൾ എവിടെ വന്നു? അമേരിക്ക വന്നു. എന്തിനാ അവിടെ കിടന്നവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നത്? എന്തിനാ? അവിടെ എല്ലാം മടുപ്പായിട്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് മൊത്തത്തിൽ മടുപ്പാണ്. അപ്പൊ ഇനി ഇനി കഴിഞ്ഞ ദിവസം പിണങ്ങല്ലേ നിങ്ങൾ? ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തോണേ സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസം ഹൂസ്റ്റലിൽ ഒരു നല്ല ആത്മീയനായ അച്ഛൻ എന്നോട് ചോദിച്ചു, സഹോദരൻ, പാസ്റ്റൊക്കെ ഇവിടെ വന്നിട്ട് ഈ വാക്തത്വങ്ങളൊക്കെ, ഈ പ്രോമിസുകളും പ്രവചനങ്ങളും, പക്ഷെ ഇവിടുത്തെ ഈ നാട്ടിലുള്ളതിന്റെ ഏറ്റവും വലിയ പ്രവചനം അമേരിക്കയാ. അതാ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി എന്തോന്ന് കേൾക്കാന്? പെടങ്ങല്ലേ. അപ്പൊ എവിടെ ആയാലും എന്തുണ്ട്? ജോലിക്ക് മടുപ്പുണ്ട്. വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരു ആത്മീയ ദൂതലേക്ക് പോകും, ജോലിക്ക് മടുപ്പ്. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ സഭയിലെ എല്ലാവരും കേൾക്കണമായിരുന്നു.
നീ പറയാം ഒന്ന് ഇതിൻ്റെ ഒന്ന് കൊടുത്തേക്കണേ, കാരണം കാര്യം മനസ്സിലായി. ജോലിക്ക് എന്തുണ്ട്? മടുപ്പാണ്. എന്നാൽ ഈ പല്ല് തേക്കുന്നവരെന്നും പല്ല് തേക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല, പണങ്ങല്ല്. പല്ല് തേക്കുന്നവരെന്നും എന്ത് ചെയ്യുന്നുണ്ട്? പല്ല് തേക്കുന്നുണ്ട്. ഈ പല്ല് തേച്ച് തേച്ച് മടുത്തു, അതുകൊണ്ട് ഇനി ഞാൻ പല്ല് തേക്കുന്നില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങളെന്നാ മിണ്ടാതിരിക്കുന്നത്? കുളിക്കുന്നവരെന്നും എന്ത് ചെയ്യുന്നുണ്ട്? കുളിക്കുന്നുണ്ട്. എൻ്റെ ഭാഷ ഇത്രയും സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ പോയിട്ട് ഇപ്പം ഇത് വരാനാ ഞാൻ പതുക്കെ അത്ര സ്പീഡിൽ പോയെ. കുളിക്കുന്നവരെന്തും എന്ത് ചെയ്യുന്നുണ്ട്? കുളിച്ചു കുളിച്ചു മടുത്തു, ഇനി കുളിക്കുന്നില്ലെന്ന് പറയുന്നുണ്ടോ? ഇല്ല. കഴിക്കുന്നവരെ 3, 4, 8 ദിവസം കഴിക്കുന്നവരുണ്ട്. മനസ്സിലായില്ല? ഞങ്ങൾക്ക് ദൈവദാസന്മാർക്കൊക്കെ അറിയാം. കഴക്കൂട്ടം, അത് തന്നെ കഴക്കൂട്ടംകാരനുണ്ട്. കഴക്കൂട്ടത്തെ ഒരു അച്ചാൻ നമ്മുടെ PMGയിൽ അതൊന്ന് അടിച്ചു ചെയ്തോണേ, തോമാച്ചാൻ എഴുതിയൊരു ട്രാക്റ്റ് ഉണ്ടായിരുന്നു. ഈ ട്രാക്റ്റ് കർത്താവിൻ്റെ ദാസന ആളിനെ അറിയാം. അദ്ദേഹം എഴുതിയ ട്രാക്റ്റിനകത്ത് അദ്ദേഹം ഒരിക്കൽ എനിക്ക് കൊണ്ട് ട്രാക്റ്റ് തന്നു. എനിക്ക് വായിക്കാൻ വേണ്ടി തന്നതല്ല, ഭാഷ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം അതിനകത്ത് അദ്ദേഹം എഴുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: ദിവസം 1 നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ത്യാഗി, 3 നേരം കഴിക്കുന്നവൻ ഭോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി എന്ന്. ശ്രദ്ധിക്കണേ, ചിരിക്കാനല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുക. 1 നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ 2 നേരം കഴിക്കുന്നവൻ ത്യാഗി, 1 നേരത്തെ ആഹാരം അവൻ എന്ത് ചെയ്തു, 3 നേരം കഴിക്കുന്നവൻ ഭോഗി, 4 നേരം കഴിക്കുന്നവൻ. ഞാൻ ഈ അച്ചാനോട് തോമാച്ചാനുണ്ട്, നിത്യനെ പോയി. ഞാൻ അച്ചാനോട് എൻ്റെ പൊന്നച്ചാ അതിനെ 4 നേരം കഴിക്കുന്നവൻ ദ്രോഹിയായെന്ന് വെച്ചപ്പോൾ വേറൊരുത്തൻ്റെ ഫുഡ് എടുത്തവൻ 1 നേരത്തെ കൂടെ കഴിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ 4 അല്ല 8 അല്ല, ഇപ്പോഴത്തെ പിള്ളേർ 8ഉം 10ഉം കഴിക്കുന്നുണ്ട്. കഴിച്ചു മടുത്തു, അതുകൊണ്ട് കഴിക്കുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞുണ്ടോ? ഉണ്ടോ? ഇല്ല. തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ പല്ല് തേക്കുന്നവൻ പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നവൻ കുളിക്കുന്നുണ്ട്, കഴിക്കുന്നവൻ കഴിക്കുന്നുണ്ട്. ഇതിനൊന്നും നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഉണ്ടോ? ജോലിക്ക് ന്യൂയോർക്കിലും എന്തുണ്ട്? മടുപ്പുണ്ട്. സമ്മതിച്ചോ? ഉണ്ട്. പക്ഷെ ഇവിടെ കഴിക്കുന്നതിനും എന്തോ ഇല്ല? മടുപ്പില്ല. അങ്ങനാണെങ്കിൽ നിങ്ങളെ പിണങ്ങാനല്ല, ഒരാത്മീയ ദൂത് പറയാം. ജോലിക്ക് എവിടായാലും മടുപ്പുണ്ട്, ശീലത്തിന് മടുപ്പില്ല. ആശയം മനസ്സിലായോ? കുളിക്കുന്നത് ജോലിയല്ല, ഡെയിലി റൊട്ടീനാ, ശീലമാണ്. പല്ല് തേക്കുന്നത് ശീലമാണ്. കഴിക്കുന്നതും കഴിച്ചില്ലെങ്കിൽ ഒരു 3 അല്ല 40 വരെ കഴിക്കാതിരിക്കുന്ന നമ്മുടെ അഭിഷക്ത വൃന്ദങ്ങളുണ്ടല്ലോ, ദൈവമക്കളുണ്ടല്ലോ, ഒരു പ്രശ്നമില്ല. എന്നാൽ കഴിക്കുന്ന ഒരു ശീലമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വേണ്ടിയിട്ടൊന്നും അല്ല, ചുമ്മാ കഴിക്കുക, ഒരു കാര്യമില്ല, വിശപ്പൊന്നുമില്ല, ചുമ്മാ കഴിക്കുക. ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് കഴിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കണേ. അപ്പൊ ഇതിനൊക്കെ എന്തോ ഇല്ല? മടുപ്പില്ല. അപ്പൊ പ്രാർത്ഥന വെച്ചാൽ അകത്ത് മടുപ്പ് വരുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥന എന്താണ്? മടുപ്പ് വരുന്നെങ്കിൽ ശീലമാണോ? ജോലിയാണ്. ശീലമാണ്, എന്താ വരത്തില്ല? മടുത്ത് വരുന്നത്. ആരാധന പറയുമ്പോ ആരാധിക്കുന്നതിനൊരു മടുപ്പ് വരുന്നെങ്കിൽ ആരാധന നമുക്ക് ജോലിയായി പോകാറുണ്ട്. പക്ഷെ അത് ശീലമാണെങ്കിൽ നമുക്ക് എന്ത് വരത്തില്ല? ഈ 21 ദിനരാത്രങ്ങൾ നടക്കുമ്പോ നമുക്ക് എവിടെങ്കിലും ഒരു മടുപ്പ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ദൈവസഭയിലെ ദൈവമക്കളെല്ലാം കേൾക്കേണ്ട ഒരു വാക്കാത്. 21 ദിവസം നടക്കുമ്പോ അല്ലെ മീറ്റിങ്ങിന് വരുന്നത് എവിടെങ്കിലും ഒരു മടുപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉപവാസം അത് ജോലിയായി മാറുകയാ. അതല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ പ്രാർത്ഥന നമുക്കൊരു ശീലമായി മാറാനിടയാകണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നത് എനിക്കൊരു ശീലമാക്കണമേ, അങ്ങയുടെ സന്നിധിയിലിരിക്കുന്നത് എനിക്കൊരു ശീലമാക്കണമേ, പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു ശീലമാക്കണമേ, ആരാധിക്കുന്നത് എനിക്കൊരു ശീലമാക്കണമേ. ഒരു ദിവസം കഴിച്ചില്ലെങ്കിലും, ഒരു ദിവസം എനിക്ക് അല്ലെങ്കിൽ ആഹാരം കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥന മുടക്കാത്ത ഒരാത്മിക ശീലം എന്റെ ജീവിതത്തിൽ തരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറ. ദൈവമക്കളെ, ഞങ്ങളുടെ കർത്തൃവേലയിൽ ഹല്ലേലൂയ സ്തോത്രം, പലപ്പോഴും ഞങ്ങളെ ഞെട്ടിപ്പിച്ച ദൈവമക്കളുണ്ട് കേട്ടോ. എനിക്ക് സമയമില്ലെങ്കിൽ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിലേക്ക് കയറുക. നമ്മുടെ കർത്താവാണ് നമ്മുടെ പ്രസംഗ വിഷയം, അതിലൊക്കെ ഓടിക്കയറുന്നെങ്കിലും ഞെട്ടിപ്പിച്ചൊരു സംഭവം പറയാം. ഒരിക്കൽ സ്ഥലമൊന്നും പറയുന്നില്ല, കേരളത്തിലെ ഒരു സഭയിൽ ഒരു ഞായറാഴ്ച ദിവസം ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. സ്ഥലം കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിൽ ഒരു സഭ മീറ്റിങ്ങിന് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ പ്രസംഗം കഴിഞ്ഞ് ഒരു ചർച്ചിൽ മീറ്റിംഗ് കഴിഞ്ഞ് ആ ചർച്ചിന്റെ തൊട്ടു മുമ്പിൽ ഒരു ഹൈവേയുടെ ഓപ്പോസിറ്റ് ഒരു വീട്ടിൽ ആ ഉച്ചക്കത്തെ ഫുഡ് ലഞ്ച് അറേഞ്ച് ചെയ്തത്. ഞാൻ അവിടുത്തെ
മൂത്ത മോനോടൊപ്പം, അതായത് ആ വീട്ടില് മൂത്ത മകൻ, രണ്ടാമത്തെ ആളൊക്കെ ഇവിടെ ഉണ്ട്, മൂത്ത മോനോട് ചേർന്ന് ഞാൻ ഈ ചർച്ചിലെ മീറ്റിംഗ് കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ 86 വയസ്സുള്ള ഒരു അപ്പച്ചൻ, പ്രായമുള്ള പിതാവ്, അദ്ദേഹം ആ വീട്ടിലുണ്ട്. പക്ഷേ എന്നെ കണ്ടപ്പോൾ 86 വയസ്സുണ്ട്. എന്നെ കണ്ടപ്പോൾ അപ്പച്ചനോട് പറഞ്ഞത് ഇപ്പോഴൊന്നും അല്ല, ഒരു 7 വർഷം മുമ്പത്തെ സംഭവം. ഇപ്പോ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മോനെ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു അപ്പച്ചൻ ഇപ്പൊ എത്രയെന്ന് ചോദിച്ചപ്പോൾ 93 വയസ്സായി, ഇപ്പോഴും ഉണ്ട് ജീവനോടെ. കഴിഞ്ഞ ദിവസം ഈ യാത്ര ഞാൻ കണ്ട ആളിനെ, മോനെ എന്നോട് പറഞ്ഞു 93 വയസ്സായെന്ന്. 86 വയസ്സുള്ളപ്പോൾ സംഭവം. എന്നെ കണ്ടപ്പോ കുഞ്ഞെന്ന് പറഞ്ഞ് ഓടി വന്ന് കൈ തന്നു അപ്പച്ചൻ. സ്വതം കൈ തന്ന് വന്ന് ഇരിക്കാൻ പറഞ്ഞു. അല്ലേലിയ സാറ എന്നെ സോഫായിൽ കൗച്ച പിടിച്ചിരുത്തി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മക്കളെ ക്ഷമിക്കണേ. ഇങ്ങനെ വിളിച്ച പ്രാവശ്യമൊന്നും വിളിച്ചില്ല, എന്നെ വിളിച്ചത് മക്കളെ ക്ഷമിക്കണേ. ഞാൻ എന്താ പറ്റാ, എൻ്റെ കാലിന്റെ മുട്ടിന് എനിക്കൊക്കെ വേദനയായിരുന്നു. രാവിലെ സഭായോഗത്തിന് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് മുട്ടിന് വേദന ആയതുകൊണ്ട് മക്കളെ എനിക്ക് ഈ ഹൈവേ ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. വാഹനം അത്രയ്ക്ക് സ്പീഡ് വരികയല്ലേ, അതുകൊണ്ടാ വരാഞ്ഞ്, ക്ഷമിക്കണേ. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗം മൊത്തം കേട്ടെന്ന് പറഞ്ഞു. കാരണം റോഡിനപ്പുറത്ത് പ്രസംഗം മൊത്തം കേട്ടെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്ക്, എന്നാലും മക്കളെ സഭായോഗത്തിൽ വന്നില്ലേലും ഞാൻ ഇന്നും രാവിലെ 4 മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ഇന്നും രാവിലെ അത് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന്, മൂത്ത മോൻ ടെലികോം ഡിപ്പാർട്ട്മെന്റ് ഹൈ ഒഫീഷ്യൽ ഒരാളാ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തിനാ അപ്പച്ചൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞേ? എന്നോട് പറഞ്ഞത് അപ്പച്ചൻ എന്നും രാവിലെ 4 മണിക്കൂർ പ്രാർത്ഥിക്കും. ശ്രദ്ധിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പച്ചൻ എന്നാ ഈ പ്രാർത്ഥനാ ജീവിതം തുടങ്ങിയത്? മക്കളെ 18ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. ഞാനൊരു കർഷകനാ, കൃഷിക്കാരനാ അപ്പച്ചൻ. ഞാൻ 18ാം വയസ്സിൽ തുടങ്ങിയതാ. ഡെയിലി രാവിലെ 4 മണിക്കൂർ പ്രാർത്ഥിക്കും. ഈ 86ാമത്തെ വയസ്സിലും കാൽമുട്ടിന് വേദനയായിട്ട് സഭായോഗത്തിൽ വന്നില്ലേലും അപ്പച്ചൻ രാവിലെ 4 മണിക്കൂർ പ്രാർത്ഥിച്ചു. അങ്ങനെങ്കിൽ അപ്പച്ചനെ നോക്കി നമുക്കൊരു വാക്ക് പറയാം, അപ്പച്ചന് പ്രാർത്ഥന ഒരു ജോലിയല്ല, അപ്പച്ചന് പ്രാർത്ഥന ഒരു ശീലമാണ്. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാൻ പറ്റുമോ? എന്നെ ഞെട്ടിപ്പിച്ചൊരു പിതാവാകട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹൂസ്റ്റൺ മീറ്റിങ്ങിന് ചെന്നപ്പോ മോനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു അപ്പച്ചൻ ഇപ്പോഴും പ്രാർത്ഥിക്കുവോ? എന്റെ പൊന്നു ഭാഷ അത് നിർത്തുവോ? എന്നോട് ചോദിച്ചതാ, അത് നിർത്തുവോ? അല്ലെങ്കിൽ അപ്പച്ചൻ സമയാന്തരത്തിന് കേൾക്കണം. ആ പ്രാർത്ഥനാ ജീവിതം നിർത്തണമെങ്കിൽ അല്ലെ ബോധം മറയണം. അതുവരെ അപ്പച്ചൻ പ്രാർത്ഥിച്ചിരിക്കും. അതിന് മക്കളുടെ കല്യാണമാണേലും കൊച്ചുമക്കളുടെ കല്യാണമാണേലും എന്തൊക്കെയാണേലും അപ്പച്ചൻ 4 മണിക്കൂർ പ്രാർത്ഥിച്ച് എഴുന്നേക്കൂ. എത്ര പേര് ആത്മാവിലൊന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ പട്ടണത്തിൽ സ്വർഗം നമ്മെ നിർത്തിയിരിക്കുന്നെങ്കിൽ ഈ പട്ടണത്തെ ദൈവകൃപയിലേക്ക് നയിക്കാൻ, ഈ പട്ടണത്തെ ആത്മാവിലൊന്ന് നേടാൻ, ഒരു ചാലഞ്ച് ആത്മാവിൽ ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കളെ ഇന്ന് രാവിലെ 2ാമത്തെ പകൽ വിളിച്ചു പറ, അല്ല കർത്താവേ എനിക്ക് പ്രാർത്ഥന ഒരു ശീലമാകാൻ ആത്മാവിലൊന്ന് ബലപ്പെടാൻ. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കയറുക. നമ്മുടെ കാര്യമല്ല ചിന്തിക്കുന്നത്, കയറി വന്നൊരു വിഷയ. ഇവിടെ പറഞ്ഞ വാക്കുണ്ടില്ലേ, പിന്നെ അവൻ പതുപോലെ എന്ത് ചെയ്തു? അവിടെ നമ്മൾ നിൽക്കാൻ പോവുക. അല്ലെ, അപ്പൊ പ്രാർത്ഥന യേശുവിന് എന്തായിരുന്നു? ഒരു കാര്യം പതുപോലെ ചെയ്യണമെങ്കിൽ അത് പതുപോലെ ചെയ്യുന്നതിന് ശീലമാണ്. എന്താണ്? അപ്പൊ പ്രാർത്ഥന യേശുവിന് എന്താണ്? ഉറക്കെ പറ. എൻ്റെ ഭാഷ ഇതൊക്കെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ എടുക്കുന്ന വിഷയമല്ലേ? അല്ല, നമ്മൾ കട്ടിയുള്ള ഒരു കാര്യം ചിന്തിക്കാൻ പോവുക. അപ്പൊ പ്രാർത്ഥന യേശുവിന്, ഒലിവുമലയിലെ പ്രാർത്ഥന യേശുവിന് എന്തായിരുന്നു? ശീലമായിരുന്നു. അപ്പോൾ തന്നെ അവിടെ കിടക്കുന്ന പതുപോലെ എവിടെ പോയെന്നാ കിടക്കുന്നേ? അങ്ങനാണെങ്കിൽ ഒലിവുമലയിലെ പ്രാർത്ഥനയിൽ യേശുവിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ പ്രധാന ദൂത് അവിടെയാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒലിവുമലയിൽ പോയി, പിന്നെ ഒന്ന് വിരിക്കാം എങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകും. ഒലിവുമലയിലെ പ്രാർത്ഥന യേശുവിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അവിടെ ചെന്നിട്ട് 40ാം വാക്യത്തിൽ കിടക്കുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ കർത്താവിന്റെ വിനീതദാസൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രാർത്ഥന യേശുവിനൊരു പോരാട്ടമായിരുന്നു. അപ്പൊ പരീക്ഷയെ ജയിക്കാനുള്ള മാധ്യമം, ആയുധം പ്രാർത്ഥനയാണ്. ദൈവമക്കളെ അവിടെ നിന്നൊന്ന് പറയട്ടെ, പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് ആദ്യത്തെ ദിവസമല്ലേ, 2ാം ദിവസം, വരുന്ന ദിവസങ്ങളൊക്കെ വിടുതലുണ്ട്. ഞാൻ ഒരു ഭാഗം 5 പോയിന്റ് നമുക്ക് ചിന്തിക്കണം. 5 പോയിന്റ് എല്ലാം ചിന്തിച്ചില്ലെങ്കിൽ 1-2 കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. 5 പോയിന്റ് ഇനി ചിന്തിക്കണം. വരുന്നു. ഈ ഒരു വിശ്വാസി ഒരു ദിവസം എത്ര നേരം പ്രാർത്ഥിക്കണമെന്ന കർത്താവ് പറഞ്ഞു? എത്ര? അങ്ങനെ എത്ര പ്രാവശ്യം എന്നല്ല, എത്ര നേരം, ടൈം. 3 നേരമല്ല, 3 അല്ല, അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. അത് പഴയ നിയമത്തില. പഴയ നിയമത്തിൽ എപ്പോഴും നിങ്ങളത് പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം പോകും. പഴയ നിയമത്തിൽ എപ്പോഴും ഒന്നും ചെല്ലാൻ പറ്റുകയില്ല.
ദാസന്മാരായതുകൊണ്ട് ദാസൻ യജമാനെ കാണാൻ ടൈം വെച്ചു. അങ്ങനെയുള്ള ദാസന്മാരൊക്കെ പറഞ്ഞ് ഞാൻ ദിവസം 3 നേരം പ്രാർത്ഥിക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോഴൊക്കെ ചെല്ലാൻ പറ്റൂ, കാരണം അറ്റൻഡൻസ് കൊടുത്തേ പറ്റൂ. എന്നാൽ പുതിയ നിയമത്തിൽ മക്കളായതുകൊണ്ട് 3 എന്നല്ല, ഉറക്കെ പറഞ്ഞ മക്ക അതാ കറക്റ്റ്. ഇടപെടാതെ, പെട്ടെന്ന് ഇടപെടാതെ പറഞ്ഞാൽ മനസ്സിലാകില്ല. വിടാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇടവിടാതെ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായ? ഗ്യാപ്പ് വരാതെ എന്ത് ചെയ്യണം? 24/7 നമ്മൾ എന്ത് ചെയ്യണമെന്നാ? അയ്യോ, നിങ്ങളുടെ ഉള്ള സ്തോത്രമൊക്കെ പോയി. തീർന്നില്ല, വേണ്ട. അറ്റ്ലീസ്റ്റ് യേശു പറഞ്ഞത് എന്നാന്നറിയോ? ചില ആൾക്കാർ പറഞ്ഞ ദശാംശം അതുകൊണ്ട് 2 മണിക്കൂർ 40 മിനിറ്റ്. 2 മണിക്കൂർ 40 മിനിറ്റ് അല്ല ദശാംശം, 2.24 ആണ്. 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് ഒരു ദിവസത്തെ ദശാംശം. എത്രയാണ്? നിങ്ങൾ തന്നെ അത്ഭുതം. പിന്നെ വീട്ടിൽ പോയി കണക്ക് നോക്കിയാൽ മതി, എനിക്ക് സമയമില്ല. 2 മണിക്കൂർ 24 മിനിറ്റ്, 2 മണിക്കൂർ 40 മിനിറ്റില്ല. എന്നാൽ എൻ്റെ ചോദ്യം അറ്റ്ലീസ്റ്റ് എന്താ കർത്താവ് പറഞ്ഞ? ഇവിടുത്തെ വാക്യം തന്നെ കിടപ്പുണ്ട്. പത്രോസിനോട് പറയുക, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ 1 നാഴിക നേരം അനവറന്ന കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. ഒരു വിശ്വാസി പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ എത്ര പ്രാർത്ഥിക്കണം? എൻ്റെ പൊന്നെ, ഉള്ള സ്തോത്രമൊക്കെ പോയി. ഇതാരാ പറഞ്ഞത്? 2 മണിക്കൂർ 24 വേണ്ട, ഇടവിടാതെ വേണ്ട, ജോലിയുണ്ട്, കൂലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞത് പരീക്ഷ നിനക്ക് ജയിക്കണോ, നിനക്ക് നേരെയുള്ള പോരാട്ടത്തെ നിനക്ക് ജയിക്കണോ, അറ്റ്ലീസ്റ്റ് പത്രോസിനോട് പറയുക 1 നാഴിക നേരം അവർന്ന കിടക്കുന്നത് 1 മണിക്കൂർ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും അവൻ ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന്, ദൈവത്തോട് പ്രാർത്ഥന പോരാടണമെന്ന്. അത് സർവശക്തന്റെ വ്യവസ്ഥയോ. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? ഇന്ന് രാവിലെ അതിന്റെ ഒരു അഭിഷേകം സംഭവിക്കട്ടെ. നമ്മൾ ഇത്രയും പേരെ ഉള്ളേലും ഒന്ന് പറ, കർത്താവേ, ആലയത്തിനകത്ത് വരുമ്പോ മാത്രമല്ല, ആരാധനയ്ക്ക് വരുമ്പോ മാത്രമല്ല, അറ്റ്ലീസ്റ്റ് ഒരു 1 അവറെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കാൻ, ഒരു പ്രാർത്ഥനാ മനുഷ്യനാകാൻ, ഒരു പ്രാർത്ഥനാ വീരനാകാൻ, ഒരു പ്രാർത്ഥനയുടെ, ഒരു പ്രയറിന്റെ അനോയിന്റിങ് എന്റെ ജീവിതത്തിൽ നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉപവാസം 21-ാം തീയതി കഴിയും, പക്ഷെ പ്രാർത്ഥന തീരത്തില്ല. പ്രാർത്ഥന ലൈഫ് ലോങ്. എത്ര പേർ ആത്മാവിൽ ആഗ്രഹിക്കുന്നുണ്ട്? ഇതൊക്കെയാ വിടുതൽ കേട്ടോ. സ്വന്തം നമ്മളൊന്ന് എന്ത് ചോദിക്കേ, ഡെയിലി ഒരു നേരം, ഞാൻ സമയമില്ല ഇനി നമ്മുടെ കർത്താവിന്റെ വിഷയം പറഞ്ഞ് നിർത്തണം. അല്ലെ, ഡെയിലി ഒരു നേരം 1 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ 50 പേരുണ്ടെങ്കിൽ അസാധാരണ ദൈവപ്രവൃത്തി സഭയ്ക്ക് സംഭവിക്കും. സ്വതന്ത്രം നിങ്ങൾ പിണങ്ങാതിരുന്ന ഒരു വാക്ക് ഞാൻ പറയാം. പ്രസംഗയുടെ പ്രഭുവായ CS പർജൻ പറഞ്ഞൊരു വാക്കെന്നെ അറിയാമോ? അല്ല, ഞായറാഴ്ച രാവിലെ പ്രസംഗയുടെ പ്രഭു CS പർജന്റെ സ്റ്റേറ്റ്മെന്റാ. CS പർജൻ പറഞ്ഞ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കനൽക്കട്ടകളായി വരുന്ന വിശ്വാസികളെ ഒന്നിച്ചു വെച്ച് ഊതുന്ന പരിപാടി മാത്രമേ ഒരു ദൈവദാസനുള്ളൂ. വാക്ക് വളരെ ശ്രദ്ധിക്കണം. സ്പർജൻ പറഞ്ഞത് ഞായറാഴ്ച രാവിലെ കരിക്കട്ടയല്ല, ഉറക്കെ പറ, കനൽക്കട്ടകളായി വരുന്ന വിശ്വാസികളെ ഒന്നിച്ചു വെച്ച് ഊതുന്ന പരിപാടി ആർക്കുള്ളൂ? സഭാ ശുശ്രൂഷനുള്ളൂ. അവിടെ ആത്മാവിന്റെ തീ കത്തും. ന്യൂയോർക്കിന്റെ പറയുന്നില്ല, തിരുവനന്തപുരത്തെ പറയാം. ഞങ്ങൾ 2 അഭിഷേകന്മാർ തിരുവനന്തപുരത്തുണ്ട്. 10 മണിയാകുമ്പോൾ എല്ലാം ഒരു കരിക്കട്ടയായിട്ടാണ് വരുന്നത്. ഞാനും ജോം പാഷൊക്കെ ഊതി 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 ഒറ്റ പൊന്നെ ഹല്ലേലൂയ സ്വറ. അതും അല്ല വിറകിട്ട് അല്ല നനഞ്ഞ വിറക അല്ല ഇട്ട് ഊതി 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 അല്ല മാക്സിമം ശ്രമിക്കും. പിന്നെ ഞങ്ങളൊക്കെ സ്റ്റേജ് പ്രസംഗത്തിലുള്ള ഊതേ ഉള്ളൂ. പാസ്റ്റൊക്കെ ആണെങ്കിൽ തുടങ്ങുന്നതേ ഊതല്ല. സ്വതന്ത്രം എന്ന് പറഞ്ഞാ ആ തെറ്റിദ്ധരിക്കല്ലേ. പാട്ട് തുടങ്ങിയ ഞങ്ങൾക്ക് പാടാൻ അറിയാത്തോണ്ട് കൃപ. സ്വതന്ത്രം 1 മണിക്കൂർ ഊതിയാ പോരെ. പാവമൊക്കെ 3 മണിക്കൂർ പാട്ടിന് ഊതണം, പ്രസംഗത്തിനും എന്ത് ചെയ്യണം? അല്ലെ ഊതണം. സാർ റെക്കോർഡ് ഒന്ന് അയച്ചു കൊടുക്കണം, ലിങ്ക്. അല്ലെ ശ്രദ്ധിക്കട്ടെ, പാട്ടിന് ഊതണം. അല്ലെ അവസാനം ഊതി വലിയ പാട്ടെടുത്തു, ചെറിയ പാട്ടെടുത്തു, ശബ്ദം കൂട്ടിപ്പാടി, കൈ അടിച്ചു പാടി, ഇല്ലാതെ പാടി, ഊതി ഊതി 12:45 പോകാൻ തുടങ്ങും. 1 മണിക്ക് നിർത്തിയില്ലേ പ്രശ്നം ഉണ്ടാക്കും. ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ കത്തി തുടങ്ങുമ്പോഴത്തേക്ക് സഹായം കഴിഞ്ഞു സാറും. പിന്നെ നമ്മൾ ഇതിക്കുന്ന അടുത്ത ആഴ്ച നോ, അങ്ങനല്ല. 1 മണിക്കൂറെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനിടയാകെ, ആത്മാവിലൊന്ന് കയറുക. ഇന്ന് പരിശുദ്ധാത്മാവ് ചാലഞ്ച് ചെയ്യുന്നു കേട്ടോ. എന്റെ യേശുവിന്റെ പ്രാർത്ഥനയെ കയറുന്നതിന് മുമ്പ് നമ്മുടെ സഭയിലെ വിശ്വാസികൾ ആത്മാവിലൊന്ന് കത്താനിടയായാൽ, ആത്മാവിലൊന്ന് ശക്തരാകാനിടയായാൽ, അസാധാരണമായ ദൈവ പ്രവൃത്തി നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ കുടുംബങ്ങൾ ചെയ്യുമെന്ന്.
ഞാൻ ഉറപ്പ് പറയാം, ഇത് പറയുമ്പോൾ കർത്താവ് കണക്ട് ചെയ്ത് വെളിപ്പാട് ഇടപെടുന്നു. ഇങ്ങനെ ചോദ്യ സർവശക്തൻ ചോദിച്ചില്ലേ, എന്റെ ദാസന് സ്നേഹിതനായ അബ്രഹാമിനോട് പറയാതെ ഞാൻ എന്തൊരു ചെയ്യുമോ? അല്ല, സ്നേഹിതനായി സർവശക്തന്റെ പാദാന്തിയെ ഓടിയെടുക്കുന്നവനാണെങ്കിൽ നീ അറിയാതെ നിന്റെ കുടുംബത്തിലൊന്നും വരാൻ ദൈവം സമ്മതിക്കില്ല, നിന്റെ ദേശത്തൊന്നും വരാൻ സമ്മതിക്കില്ല, അല്ല നിന്റെ സഭയ്ക്കകത്ത് വരാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു എൻകൗണ്ടർ, അങ്ങനെ ഒരു അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ആത്മാവിലൊന്ന് പ്രതികരിക്കുക, അവന്റെ ശബ്ദം കേൾക്കുക. അല്പസമയം ശ്രോത്രം പറ. അതിന്റെ ഒരു അനോയിന്റിങ് ആരൊക്കെയോ കൊതിക്കുന്നല്ലോ. അങ്ങനെ ദൈവാത്മാവ് ഇടപെടുന്നു. ഒരു പ്രാർത്ഥനാ മണ്ഡലത്തിലേക്ക് കയറാൻ ഇന്ന് രാവിലെ ആരൊക്കെയോ കൊതിക്കുന്നല്ലോ. ഉടവര അസ്തം വൽപവാദകടകൾ അടക അതിന്റെ ഒരു അഭിഷേകം. ഇതൊക്കെ ഒരു അഭിഷേകമാകട്ടോ, ഇതൊക്കെ ഒരു കൃപയാകട്ടോ, ഇതൊക്കെ ഒരു വരമാകട്ടോ. ചോദിക്ക് കർത്താവേ, ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ, ഒരു ഇന്റർസെസറി പ്രയറിന്റെ ഒരു അനോയിന്റിങ്. ഉടവന സന്ധരാധരാധര ഉടവല വല 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 ഹസ്തരാധര ഹട്ടപ്പൽപവാദ ഘടകം അക്ഷകാരി ഘടകം അൽക്കാ രഗത രഗത അടക രഗത രഗത രഗത. അസാധാരണമായ ചില ദൈവ പ്രവൃത്തികൾ വെളിപ്പെടാൻ, അസാധാരണമായ ദൈവകരത്തിന്റെ വല്ലവത്ത്. ഞാൻ പെട്ടെന്ന് നമ്മുടെ കർത്താവിലേക്ക് വരണം. ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് പറയാം. കൃപയാൽ 26-ാമത്തെ വർഷം കർത്താവിനെ പ്രസംഗിക്കുക. 26 വർഷമായി. 19 വർഷമായി ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു അധ്യാപന സെമിനാരികളിലും ബൈബിൾ കോളേജുകളിലും. നിങ്ങൾക്ക് പ്രവാചകരാണോ? കാര്യം സിമ്പിളാ. എല്ലാവർക്കും പ്രവാചകരാണ് ആകണമെങ്കിൽ സിമ്പിളാ. ഡെയിലി ഒരു 2 മണിക്കൂർ പ്രാർത്ഥിക്കുക. ഞാൻ ഗ്യാരണ്ടി ദൈവകൃപയിൽ ആശ്രയിച്ച് പറയാം, 2 മാസത്തിനകത്ത് ദൈവം നിങ്ങളോട് തിരിച്ച് സംസാരിച്ചിരിക്കും. അല്ല, മനസ്സിലായി? അങ്ങോട്ട് 2 മാസം പറയാനിടയായാൽ, പക്ഷെ ഉറപ്പുണ്ടോ? ബൈബിളിൽ ഉണ്ട്. എൻ്റെ ടോപ്പിക്ക് വിട്ടുപോകുന്നു. ഞാൻ കർത്താവിലേക്ക് വരണം. ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമുക്ക് ഇന്ന് ഈ രാവിലെ ഈ പട്ടണത്തിൽ ഒരു ദൈവമഹത്വത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അത് ദൂതുണ്ട്, ആ ദൂതിലേക്കാണ് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് പറയാം, ദാവീദിനെ ദൈവം കണ്ട കാര്യം പലയിടത്ത് പറയുന്നുണ്ട്. ഞാൻ ദാവീദിനെ വനാന്തരത്തിൽ വെച്ച് കണ്ടെന്നാ കിടക്കുന്നത്. എവിടെ വെച്ചാ? നമ്മളെവിടെ വെച്ചാണ്ടേ? അത് ചോദിച്ചാൽ സമയം പോകും. ഞാൻ പറയാം. ആദ്യം പൗലോസ് പറഞ്ഞതിൻ്റെ അല്ലെ ദമാസ്കസിന്റെ അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞു ദമാസ്കസിന്റെ പടിവാതിൽക്ക് വെച്ച്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച്. ഇറങ്ങിയപ്പോൾ പുള്ളി ഓർത്തത് യേശു കണ്ടത് ഇവിടെ വെച്ചാണ്. ദമാസ്കസിന്റെ പടിവാതിൽക്ക് വെച്ച് കണ്ടത്. ഗലാത്യ ലേഖനം ആദ്യം എഴുതിയ ലേഖനമാണ്. ആദ്യം എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാണ്. ആദ്യ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് തോന്നുന്നു എൻ്റെ അമ്മയുടെ എഫേസ്യ ലേഖനം, കാരാഗ്രഹ ലേഖനം അവസാന കാലത്ത് എഴുതിയപ്പോൾ പറഞ്ഞു ദമാസ്കസിൽ വെച്ചല്ല, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ. എന്നെ നിങ്ങളെ കണ്ടതേ, എൻ്റെ ദൂതൊക്കെ കയ്യിൽ നിന്ന് പോകുന്നു എനിക്ക്. എന്നെ നിന്നെ കണ്ടതേ ഈ ന്യൂയോർക്ക് കാണുന്നതിന് മുമ്പ് കണ്ടവരാ ഇതിനകത്തിരിക്കുന്നവര്. ഈ ഭൂമി ദൈവത്തിന്റെ മനസ്സിൽ വരുന്നതിന് മുമ്പ് കണ്ടവരാ നമ്മള്. നിന്റെ വെല്ലുവിളിയെ നോക്കി ദൈവത്തിലെ ധൈര്യത്തോടെ വിളിച്ചു പറ, പിശാചേ, അല്ല എന്നെ സ്വർഗം കണ്ടത് ഇന്നൊന്നുമല്ല, ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ ആവാക്കല്ലേ. നിന്റെ വെല്ലുവിളികളെ നോക്കി ധൈര്യത്തോടെ പറ, ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. അല്ല നീ ദൈവത്തിന് വേണ്ടാത്തൊന്നുമല്ല, സംതിങ് സ്പെഷ്യൽ ആണ്. അല്ല നീ ധൈര്യത്തോടെ പറ, എന്നെ ദൈവം ഭൂമിയുടെ ഫൗണ്ടേഷന് മുമ്പ് കണ്ടത്. ശ്രദ്ധിക്കുക, എന്റെ വിഷയമല്ല, ഞാൻ പ്രാർത്ഥനയാണ്. നമുക്ക് നമ്മളാരാന്ന് പറയാതെ വിട്ടൊരു കാര്യമില്ലല്ലോ. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ പഴയ നിയമത്തിലാണ് കിടന്നത് 3 നേരം പ്രാർത്ഥിക്കണം. നമ്മളിപ്പോഴും പറഞ്ഞ എത്ര പേരാണ്? 3. പുതിയ നിയമത്തിൽ ഇടപെടാതെ പ്രാർത്ഥിക്കണം എപ്പോഴും. അങ്ങനെയാണ് ഇവിടെ നമ്മളെ ലോകസ്ഥാപനത്തിന് വേണ്ടെങ്കിലും ദാവീദിനെ ദൈവം കണ്ട കാര്യം പറഞ്ഞത് വനാന്തരത്തിൽ വെച്ച് കണ്ടെന്ന. തിയോളജൻസ് വേദപഠിതാക്കൾ ചിന്തിക്കുന്ന തന്നെ അറിയാമോ? ഈ ദാവീദിന് വീട്ടിൽ ആരോട് സംസാരിക്കാൻ സമയമില്ല. കാരണം ആരും കേൾക്കാനില്ല. ചേട്ടന്മാർ യുദ്ധക്കാര്യം പറയും, അപ്പൻ വേറെ നല്ല ബിസിനസ്സിന് പോകും. വീട്ടിൽ സംസാരിക്കാൻ ആളില്ല. രാവിലെ വനാന്തരത്തിൽ പോയാൽ ആരേ ഉള്ളൂ? ആട്. അതിനോടെന്താ പറയാന്? അപ്പൊ ആര് സംസാരിക്കാനില്ലാത്ത ബാലകനായ ദാവീദ് നോക്കിയപ്പോ ഉണ്ട് മേളിൽ ഒരാൾ സംസാരിക്കാനുണ്ട്. ആരും കേൾക്കാനില്ലേലും നിന്നെ കേൾക്കാൻ ഒരുത്തൻ ഉയരത്തിലുണ്ട്. അങ്ങനെയല്ലേ ഉത്തമഗീതം 2:14 കിടക്കുന്നത്? പാറയുടെ മറവിൽ കടുതൂക്കിന്റെ മറവിൽ ഇരിക്കുന്ന പ്രാവേ, ഞാൻ നിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ.
ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. നിന്റെ ശബ്ദം മറ്റുള്ളവന് ഇഷ്ടമല്ല, നിന്റെ മുഖം മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, പക്ഷെ നിന്റെ ശബ്ദം എനിക്ക് ഇഷ്ടമാ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ നിന്റെ ശബ്ദം പോട്ടെ. എന്റെ വിഷയത ആര് സംസാരിക്കാനില്ലാതിരിക്കുമ്പോ ഒരു ചിന്തയാകട്ടോ തിയോളജിസ്റ്റ് പറയുന്നത്. ആര് സംസാരിക്കാനില്ലാത്തപ്പോ ദാവീദ് നോക്കിയപ്പോ ആരുണ്ട്? അല്ലെ ദൈവമുണ്ട് സംസാരിക്കാൻ. അപ്പൊ സംസാരിക്കാൻ തുടങ്ങി. അല്ലെ വേറെ പിതാക്കൾ പറയുന്നത് ആദ്യം ദൈവം നോക്കിയപ്പോ ഒരു കൊച്ചു ചെറുക്കൻ എന്തൊക്കെ ഇരുന്ന് പറയുന്നു. സാധാരണ എന്തൊക്കെയോ പറഞ്ഞു, ഒരു ബാലകൻ എന്ന് പറയുന്നു. കുറെ നോക്കി കഴിഞ്ഞപ്പോൾ ദൈവം നോക്കിയപ്പോൾ ഇവനൊട്ട് നിർത്തുന്നില്ല. സാധാരണ അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന് തന്നെ ഒരു ബുദ്ധിമുട്ട് വന്നു. കാരണം ഇവൻ ഈ സംസാരിച്ചിട്ട് തിരിച്ചൊന്നും എന്ത് ചെയ്യുന്നില്ല, പറഞ്ഞു ചെയ്തല്ലേ. അപ്പൊ ദൈവം കണ്ടു, ദൈവം നോക്കിയിരിക്കുക ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ. കാരണം ആരുമില്ല, ദൈവത്തിനും ആരുമില്ല. പുരോഹിതന്മാരൊന്നും ആ കാലഘട്ടങ്ങളിൽ കേൾക്കാനില്ലാത്ത സമയത്ത് പതുക്കെ പതുക്കെ ദൈവം കാര്യം പറയാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചതാ മശീഹിക സങ്കീർത്തനങ്ങളായി, പ്രാവചനിക ശബ്ദങ്ങളായി, സങ്കീർത്തനങ്ങളായി, ആരാധനാ ഗീതങ്ങളായി നമ്മുടെ കരത്തിൽ ലഭിച്ചത് ദൈവം അവന്റെ കൂടെ സംസാരിച്ച സംസാരങ്ങളാ. അപ്പൊ ദൈവത്തിന് തോന്നി, അല്ല ഇവനെ എന്റെ രാജാവാക്കാൻ കൊള്ളാമെന്ന്, എന്റെ പ്രവാചകനാക്കാൻ കൊള്ളാമെന്ന്, എന്റെ മ്യൂസിഷ്യനാക്കി മാറ്റാൻ കൊള്ളാമെന്ന്. അതിന്റെ ഉറപ്പിലാ പറഞ്ഞത്. അല്ല പ്രാർത്ഥിച്ചു തുടങ്ങ്, സംസാരിച്ചു തുടങ്ങ്. ദൈവാത്മാവ് 2 മാസത്തിനകത്ത് തിരിച്ചു സംസാരിച്ചു തുടങ്ങും. നിന്റെ വിഷയത്തെ, നിന്റെ വെല്ലുവിളികളെ, നിന്റെ പട്ടണത്തെ കുറിച്ച്, നിന്റെ സഹോദരങ്ങളെ കുറിച്ച് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. മടങ്ങി വരിക. അപ്പൊ നമ്മുടെ കർത്താവിന് പ്രാർത്ഥന എന്തായിരുന്നു? ശീലം. നമ്മൾ യേശുവിലേക്കാണ് വരുന്നത്. പ്രാർത്ഥന ഇതൊന്നും അല്ല ക്വസ്റ്റ്യൻ വലിയ അല്പം കൂടെ അപകട. പ്രാർത്ഥന ശീലമായിരുന്നു. പ്രാർത്ഥന ഒരു ലക്ഷ്യമായിരുന്നു. പ്രാർത്ഥന കർത്താവിന് എന്തായിരുന്നു? പ്രസംഗം നിർത്താൻ പോവല്ല, ചില മിനിറ്റ് കൂടെ പറയാം, നമ്മൾ പ്രാർത്ഥിക്കാം. 5 പോയിന്റ് കൂടെ എനിക്ക് കാച്ചിക്കുറിക്ക് പറയുകയും വേണം. ഈ കർത്താവിന് ഒലിവുമലയിലെ പ്രാർത്ഥന ശീലമായിരുന്നെന്നുള്ളതിന്റെ തെളിവ് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രി ഈ സംഭവം വായിച്ച കുറിവാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് രാത്രി യൂദ ഇസ്കെരിയോത്ത്, യൂദ അല്ല, യൂദ ഇസ്കെരിയോത്ത്, കെരിയോത്ത് നാട്ടുകാരനായ യൂദ, ആ യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ചേവകരുമായി വരുമ്പോ നാട് മൊത്തം പോയെന്ന് വാക്യമുണ്ടോ? ഉണ്ടോ? നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പോയാൽ എൻ്റെ പൊന്നെ എവിടൊക്കെ പോയി തിരക്കണം. വാൾമാർട്ടിൽ തിരക്കണം, പിന്നെ കിട്ടിയില്ല കോസ്കോയിൽ തിരക്കണം, സാഗരടത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ പിണങ്ങല്ല എന്നോട്. പോകുന്നത് വാൾമാർട്ടെന്ന് പറഞ്ഞു, പോകുന്നത് കോസ്കോയിലോട്ടായിരിക്കും പോകുന്നത് അല്ലേ? പക്ഷെ യേശുവിനെ തിരക്കിയ രാത്രി യൂദ ഇസ്കെരിയോത്ത് എല്ലായിടത്തും പോയതാണോ? അല്ല. നേരെ എവിടെ വന്നു? ഗസമനെ വന്നു. കാരണം യൂദായ്ക്കറിയാം രാത്രിയിൽ എൻ്റെ യേശു. അതുകൊണ്ടാ അവന് ഒലിവുമലയിലെ പ്രാർത്ഥന എന്താ? ശീലമാ. കാരണം യൂദായ്ക്കറിയാം ഗലീലക്കാരനായ യേശു എപ്പോഴെങ്കിലും ജുഡിയൻ പ്രൊവിൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ, യെരുശലേമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ രാത്രിയിൽ ഇരിക്കുന്നത് മൊത്തം ഗസമനയിൽ, ഒലിവുമലയില. അപ്പോൾ അതിനകത്തെന്തോ ഒരു ലക്ഷ്യമില്ലേ? നമുക്ക് ആ ലക്ഷ്യം എന്ന മർമ്മത്തിലേക്കാണ് കയറാൻ പോകുന്നത്. ഇനി നമുക്ക് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കാം. കർത്താവേ, ഈ തൊട്ടടുത്ത് ടെമ്പിൾ മൗണ്ടിൽ, ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ട് അല്പ സ്പീഡിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഈ ടെമ്പിൾ മൗണ്ടിൽ 46 വർഷം കൊണ്ട് മഹാനായ ഹെരോദ പണിത ദേവാലയമുണ്ട്. മാർബിൾ സൗധം ഇല്ലേ? ഉണ്ട്. ആ മാർബിൾ സൗധത്തെ നോക്കി യേശു പറഞ്ഞത്, എൻ്റെ ആലയം, നിങ്ങൾ ശ്രദ്ധ കളയല്ലേ, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എന്നല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണേ. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എന്നല്ലേ പറഞ്ഞേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ആലയത്തിന് പ്രാർത്ഥനാലയം എന്ന് പേര് കൊടുത്ത കർത്താവ് അവിടുന്ന് പ്രവചിച്ചെന്ന് വാക്യമുണ്ട്, അവിടുന്ന് പ്രസംഗിച്ചെന്ന് വാക്യമുണ്ട്, പക്ഷെ അവിടുന്ന് പ്രാർത്ഥിച്ചെന്ന് വാക്യമില്ല. ഞാൻ മുമ്പോട്ട് ഇറങ്ങി തരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചെന്നൊരു വാക്യം കാണിക്കാവൂ? പ്രവചിച്ചെന്ന് വാക്യമുണ്ട് ഇല്ലേ? ശലോമോന്റെ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞ പോലെ ജീവജല നദി പുറപ്പെടുമെന്ന് പറഞ്ഞ് വരാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രവചിച്ചെന്ന് വാക്യമുണ്ട്. അത് മാത്രമല്ല, ആലയത്തിന്റെ നടുമുറ്റത്ത് നിന്നുകൊണ്ട് ഈ മന്ദിരം അല്ലെങ്കിൽ ഇത് ഇടിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് ആ പറഞ്ഞ വാക്കുകളുണ്ട്. ഇത് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുന്നെന്ന് പ്രവചിച്ചെന്ന വാക്യമുണ്ട്. കർത്താവ് പ്രസംഗിച്ച വാക്യമുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചെന്നൊരു വാക്യമില്ല. പ്രാർത്ഥിച്ചോ ഇല്ല നമുക്കറിയില്ല, വാക്യമില്ലെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് ഒരു ചോദ്യമുണ്ട്, യേശുവേ, പ്രാർത്ഥിക്കാൻ ഒരു ആലയമുള്ളപ്പോ നീ അതിന് പ്രാർത്ഥന
പ്രാർത്ഥനാലയം എന്ന് പേര് കൊടുക്കുമ്പോ എന്തിനാപ്പാ നീ പ്രാർത്ഥിക്കേണ്ടപ്പോ നീ ഈ ടെമ്പിൾ മൗണ്ട് വിട്ട്, ഈ ദേവാലയം വിട്ട്, കിദ്രോൻ തോട് കടന്ന് നീ ആർക്കും ഇഷ്ടമില്ലാത്ത ഒലിവുമലയിലേക്ക് കയറി അവിടെ എന്തിനാ നീ പ്രാർത്ഥിച്ചേ? നിങ്ങൾ മനസ്സിലാക്കണേ. പ്രാർത്ഥിക്കേണ്ട എവിടെ ഇരുന്നാ? ഉറക്കെ പറ. പ്രാർത്ഥിക്കേണ്ട എവിടെ ഇരുന്നാ? ആലയത്തിലിരുന്ന്. പക്ഷെ അവിടുന്ന് പ്രാർത്ഥിച്ചില്ല. കർത്താവിന് പ്രാർത്ഥിക്കേണ്ടപ്പോ കർത്താവ് ഈ ടെമ്പിൾ വിടും, ദേവാലയം വിടും, ടെമ്പിൾ മൗണ്ട് അല്ലെങ്കിൽ ആ സിറ്റി വരും, കിദ്രോൻ തോട് കടക്കും, നേരെ മൗണ്ട് ഒലിവ് കയറും. അവിടെ പോയിരുന്ന് രാത്രി മൊത്തം എന്ത് ചെയ്യും? അങ്ങനെങ്കിൽ അതിനകത്തൊരു രഹസ്യമുണ്ടല്ലോ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. അത്ര മനസ്സിലാകരുത്. കര ഉയർത്തി സ്വോത്രം പറ. ഇനിയാ നമുക്ക് പ്രസംഗിക്കണ്ടേ. അങ്ങനെങ്കിൽ മൗണ്ട് ഒലിവ് എന്ന് പറയുന്നത് 5 കാര്യത്തോട് കണക്ട് ചെയ്യപ്പെടുക. 5 കാര്യമൊന്നും രാവിലെ ഞാൻ എടുക്കില്ല. 1-2 കാര്യം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. 5 കാര്യം. 1, കർത്താവ് നിനക്കെന്തായിരുന്നു ഒരു മലയിലെ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, 1, ശാപങ്ങൾ അഴിയപ്പെടണം. വളരെ ശ്രദ്ധിക്കണേ. ശാപങ്ങൾ അഴിയപ്പെടണം. 2, വേദനകൾക്ക് മാറ്റം സംഭവിക്കണം. 3, പ്രവചനം നിവർത്തിക്കപ്പെടണം. 4, മഹത്വം മടങ്ങി വരണം. 5, അഭിഷേകം വെളിപ്പെട്ട് വരണം. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം. പ്രാർത്ഥിക്കാൻ വേണ്ടി രാത്രി മൊത്തം ചെലവിടുന്നവൻ അതൊരു ശീലമാക്കിയത്, അതൊരു ലക്ഷ്യമാക്കിയത്, ഒരു പോരാട്ടമാക്കിയതിന്റെ മർമ്മം വേദപുസ്തകം പറയുന്നത്, മൗണ്ട് ഒലിവ് എന്ന് പറയുന്നത് 5 കാര്യത്തോട് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുക. എന്തിനാ? ശ്രദ്ധിക്കുക. ഡെലിവർ ഇനി അല്പസമയം നമ്മൾ ഡെലിവറൻസിലേക്ക് പോകുക. സാറ് 5 കാര്യത്തോട് നമ്മളെന്തിനാ പ്രാർത്ഥിക്കാനിരിക്കുന്നത്? 21 ദിവസം ഉപവാസത്തിന്റെ ലക്ഷ്യനാ പറ. ഇതുവരെ വന്ന പോലെ വചന പഠനം പോലല്ല. ഈ 21 ദിവസത്തെ ഉപവാസ ലക്ഷ്യനാ. നിങ്ങൾ കാച്ചിക്കുറുക്കി നോക്കിയോ, നമ്മുടെ വിഷയതൊക്കെ തന്നെയല്ലേ, ശാപങ്ങൾ അയ്യപ്പെടണമെന്നല്ലേ. അപ്പൊ പാസ്റ്റർ ശാപമുണ്ടോ? ഞാൻ ശാപം മുറിക്കാനൊന്നും പോകുകയല്ല. ശാപം മുറിക്കുന്നത് കർത്താവിന് മാത്രമേ അധികാരമുള്ളതെന്ന് എനിക്കറിയാം. സ്വതന്ത്രം. ഈ ഉലകത്തിൽ പാപം മാറ്റാൻ ആർക്കാണോ അധികാരം, അവന് മാത്രമേ ശാപം മാറ്റാൻ അധികാരമുള്ളൂ. പക്ഷെ ശാപത്തെ കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് അധികാരമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വന്നില്ല. അല്ല, ആ അധികാരം കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ശാപത്തെ കുറിച്ച് പറയാൻ. അവിടെ കിടക്കുന്ന ശാപങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കെ പറ. നമുക്ക് ഇങ്ങനെ പറയാം, ശാപം അങ്ങോട്ട് ബന്ധനം അഴിയപ്പെടണമെന്ന്. ഈ കേഴ്സ് എന്നൊക്കെ പറയുമ്പോ അത് ചില ബന്ധനങ്ങളെന്ന്, അതൊക്കെ ചില വെല്ലുവിളികളെന്ന്. എന്തിനാ ഉപവാസം വെച്ച്, എന്തിനാ പ്രാർത്ഥന വെച്ചത്? ശത്രു വെച്ച ചില നുഖങ്ങൾ തകരപ്പെടാൻ, ഇരുട്ടിന്റെ ആഴങ്ങൾ വെച്ച ചില ബന്ധനങ്ങൾ, അത് വ്യക്തികൾക്ക് നേരെ, അത് കുടുംബത്തിന് നേരെ, അത് തിരുസഭയ്ക്ക് നേരെ, പട്ടണത്തിന് നേരെ വെച്ച ബന്ധനങ്ങൾ അത് അഴിയപ്പെടണം. ഒന്ന് ധൈര്യത്തോടെ പറ, ശാപങ്ങൾ അഴിയപ്പെടണമെന്ന്. അല്ല, ചില ശാപങ്ങൾ ഇന്ന് രാവിലെ അഴിയപ്പെടണം. മഹത്വത്തിന്റെ കർത്താവ് ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ആത്മതലങ്ങൾക്ക് വിരോധമായ, നിന്റെ ആത്മീക മുന്നേറ്റത്തിന് വിരോധമായ ചില ശാപമണ്ഡലങ്ങളെ ഇന്ന് രാവിലെ സ്വർഗ്ഗം അത് ക്യാൻസൽ ചെയ്യാൻ. പോരാ. ഉടമന സദല രഗതരഗടകൾ അസാദികൾക്കത റാക്കാമനാമന മാസൽ കടാരഗടകൾ അടിക രഗത രഗത. അല്പസമയം അന്യഭാഷയിലൊന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. അല്ല, ചില ബന്ധനങ്ങൾ ഇന്ന് രാവിലെ അഴിക്കാൻ ദൈവം എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം അഴിക്കാൻ. ഉടമന സന്ധരാധര. നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം മൊത്തത്തിൽ പറഞ്ഞ 5 കാര്യ. 1, ശാപങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നിർത്താൻ പോവല്ല, കർത്താവിലേക്ക് തന്നെ മടങ്ങി വരാൻ പോവാ. ഒന്നെങ്കിലും കാണിച്ച് പ്രാർത്ഥിക്കും. ഇതൊക്കെ വാക്യം കാണിക്കണം. ബൈബിള് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പോയാൽ ഇതെല്ലാം തെളിയിക്കാൻ പറ്റും. 1, ശാപം ഒഴിയപ്പെടണം. 2, വേദനകൾക്ക് മാറ്റം വരണം. 3, പ്രവചനം എന്ത് ചെയ്യണം? നിവർത്തിക്കപ്പെടണം. അത് പറഞ്ഞാൽ പെട്ടെന്ന് പറയാം. അതല്ല നമ്മുടെ ചിന്തിക്കുന്ന ഒരു വാക്ക് ചിന്തിക്കാൻ പോവാ. പ്രവചനത്തിന്റെ കാര്യം നമുക്കറിയാം. എടുക്കണ്ട. സക്കറിയാവ് 14:4 കിടക്കുന്നത്, അന്നാളിൽ അവന്റെ കാൽ ഒലിവുമല നിൽക്കും. അങ്ങനല്ലേ? അപ്പം മൗണ്ട് ഒലിവിന്റെ മേൽ കാലങ്ങളായി, യുഗങ്ങളായി കിടക്കുന്ന ചില പ്രാവചനിക ശബ്ദങ്ങളുണ്ട്. ഇന്ന് നടന്നു കയറിയവൻ അന്ന് അവന്റെ കാൽ മഹത്വത്തിൽ ഒലിവുമല വരും. ഇത് പ്രവചനത്തിന്റെ സ്ഥല അല്ല, മനസ്സിലായോ? ആ പ്രവചനം എന്ത് ചെയ്യണം? അതല്ല, പ്രവചനം നിവർത്തിക്കപ്പെടണമെങ്കിൽ അതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്. പോട്ടെ, ഞാൻ അതിലേക്ക് വരുന്നില്ല. പ്രവചനം നിവർത്തിക്കപ്പെടാൻ മഹത്വം മടങ്ങി വരണം. അതിനപ്പുറത്ത് അഭിഷേകം എന്ത് ചെയ്യണം? വെളിപ്പെട്ട് വരണം. ഈ 5 ലക്ഷ്യം കിടക്കുന്നത് കൊണ്ടാ എൻ്റെ യേശു എങ്ങോട്ട് ഓടിക്കേറിയത്? പറ ദൈവമക്കളെ, ഒലിവുമലയിൽ. അതിനകത്തെ 4-മത്തത് പറയാനാ നിയോഗം. മഹത്വം മടങ്ങി വരണം. 2 വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പെട്ടെന്ന് എഹെസ്കേൽ പ്രവചനത്തിലേക്ക് വന്നേ.
യെഹെസ്കേൽ പ്രവചനം 11-ാം അധ്യായം 20. ബാക്കിയെല്ലാം നമുക്ക് വാക്യം ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നു. ഇത് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒന്ന് വായിച്ച യെഹെസ്കേൽ 11:23. 11:23. ആ നഗരത്തിന്റെ കിഴക്ക് വശത്തുള്ള പർവ്വതത്തിൽ നിന്നു. ഒരു വാക്യം കൂടെ വായിച്ച് സഹായിച്ചാട്ടെ. യെഹെസ്കേൽ തന്നെ 43-ാം അധ്യായം 3-4 വാക്യങ്ങൾ. യെഹെസ്കേൽ 43:3-4. ആ ആ ആ ആ ആ വാക്ക് ശ്രദ്ധിക്കുക. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ ആലയത്തിൽ പ്രവേശിച്ചു. അടുത്ത വാക്യം. ആ ഗ്ലോറി. തേജസ് എന്നും മഹത്വമെന്നും മഹിമയെന്നും പറയുന്നതിന് ഇംഗ്ലീഷിൽ കിടക്കുന്ന വാക്കെന്നാ? ഗ്ലോറി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ. യെഹെസ്കേൽ 13, ഒരു 2 മിനിറ്റ് കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ യെഹെസ്കേല് മഹത്വം കാണുന്നത് കേബാർ നദി തീരത്താണ്. മുമ്പേ 43 കണ്ട എവിടെ കണ്ടേ? കേബാർ നദി. 9-ാം അധ്യായത്തിൽ യെഹെസ്കേൽ മഹത്വം കാണുന്നത്, ബാക്കിയൊന്നും കാണിക്കുന്നില്ല, സമയമില്ല. യെഹെസ്കേൽ 9-ാം അധ്യായത്തിൽ കാണുന്നത് മഹത്വം ആലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്താണ്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മഹത്വം ഉമ്മരപ്പടിയെ വന്നു. 11 വരുമ്പോ പട്ടണത്തിൽ വന്ന മഹത്വം കിഴക്കേ മലയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാ. 9 തുടങ്ങുമ്പോ മഹത്വം എവിടെ ഇരിക്കുന്നു? തേജസ് എവിടെ ഇരിക്കുന്നു? പെട്ടെന്ന് പറ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. തേജസ് എവിടെ ഇരിക്കുന്നു? ഹോളി ഓഫ് ഹോളീസിൽ, പരിശുദ്ധ സ്ഥലത്ത്. അവിടെ ഇരിക്കേണ്ട മഹത്വം, യഥാർത്ഥത്തിൽ മഹത്വം എവിടെ ഇരിക്കണ്ടേ? ഹോളി ഓഫ് ഹോളീസിൽ, കൃപാസനത്തിന് മേൽ. ആ ഇരിക്കേണ്ട മഹത്വത്തിന് ആലയത്തിലെ അശുദ്ധി കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റാതെ വന്നു. മഹത്വത്തിന് അശുദ്ധിയോട് ബന്ധമില്ല, ദൈവത്തിന് പാപത്തോട് ബന്ധമില്ല. ആ മഹത്വം അതിപരിശുദ്ധ സ്ഥലത്തിൽ നിന്ന് ഇറങ്ങി എവിടെ വന്നു? ഉമ്മരപ്പടിയെ വന്നു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ആലയത്തിന്റെ ഉമ്മരപ്പടിയെ. നമുക്കറിയാം, നമ്മളൊക്കെ ഉമ്മരപ്പടി, ഈ ത്രഷോൾഡ് ഉണ്ടല്ലോ, ത്രഷോൾഡ് നമ്മളൊക്കെ വന്ന് നിൽക്കത്തില്ലയോ? രാവിലെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ത്രഷോൾഡ് വന്ന് നിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പോകാനൊട്ട് മനസ്സുമില്ല, നിൽക്കാനൊട്ട് സാധിക്കുന്നുമില്ല. അതല്ലേ ത്രഷോൾഡിന്റെ, ഉമ്മരപ്പടിയുടെ പ്രശ്നം. ഒരാൾ വന്ന് ത്രഷോൾഡിൽ നിൽക്കുന്ന, അല്ലെ ഉമ്മരപ്പടി നിൽക്കുന്ന പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നാ? അദ്ദേഹത്തിന് പോകാനൊട്ട് മനസ്സില്ല, നിൽക്കാനൊട്ട് പറ്റുന്നു ഇല്ല. അപ്പോ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് മഹത്വം എവിടെ വന്നു? അതിന്റെ അർത്ഥം മഹത്വത്തിന് ആലയം വിടാൻ മനസ്സുമില്ല, ആലയത്തിൽ നിൽക്കാൻ കഴിയുന്നുമില്ല. കുറെ നേരം മഹത്വം അവിടെ നിന്നിട്ട് നേരെ പട്ടണത്തിലേക്ക് ഇറങ്ങി. പട്ടണത്തിൽ ചെന്ന മഹത്വം പട്ടണത്തിലെങ്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോ അവിടുത്തെ പ്രശ്നം പട്ടണത്തിലെ ആലയത്തെക്കാൾ വലിയ അശുദ്ധിയ. മഹത്വം നേരെ 11:23 കിഴക്കേ മലയിലേക്ക് പോയി. അർത്താൽ കിഴക്കേ മല ഒലിവുമലയാ. യെരുശലേമിന് കിഴക്കുള്ള മല ഏതാണ്? മൗണ്ട് ഒലിവാണ്. മഹത്വം എങ്ങോട്ട് പോയി? ഇത് ഓൾഡ് ടെസ്റ്റമെന്റിലെ കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, പഴയ നിയമത്തിന്റെ ആലയം മഹത്വം പോയത് കൊണ്ട് ആ ജാതികൾ കയറി നശിപ്പിച്ച് കളഞ്ഞത്. അപ്പൊ ഇരിക്കേണ്ടവൻ ഇരിക്കാൻ പറ്റാതെ ഇരിക്കേണ്ടവൻ പുറത്തു പോയപ്പോ, കിഴക്കേ മലയിലേക്ക് ഒലിവുമലയിലേക്ക് പോയപ്പോ, മഹത്വമില്ലാത്ത ആലയം വെറും വേസ്റ്റ് ആയി കഴിഞ്ഞപ്പോ ഇടിച്ച് കളഞ്ഞേക്കാ സ്വർഗം പറഞ്ഞു. സ്വത്രം പറ. നമ്മൾ ഹല്ലേലൂയ. ഒന്ന് പിണങ്ങല്ല്. പ്രസംഗിക്കുന്ന പ്രസംഗകന്റെ പ്രസംഗത്തിന്റെ കൊഴുപ്പ് കൊണ്ടോ, പ്രവചിക്കുന്ന പ്രവാചകന്റെ പ്രവാചകത്തിന്റെ തഴപ്പ് കൊണ്ടോ, വർഷിപ്പ് ലീഡേഴ്സിന്റെ വോക്കലിന്റെ ലെവല് കൊണ്ടോ, കീബോർഡിന്റെ സൗണ്ട് കൊണ്ടോ, റിതം കൊണ്ടോ ഒന്നുമല്ല. ആലയം ശ്രേഷ്ഠമാകുന്നത് മഹത്വത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ്. ദൈവത്തിനൊരു പ്രൊജക്ട് ഉണ്ട്, വെച്ചു പൊറുപ്പിക്കില്ല ദൈവം. ഇപ്പൊ പറയുന്ന പ്രവചന ദൂത ഹല്ലേലൂയ, ഏതെങ്കിലുമൊക്കെ സഭകൾക്കകത്തുനിന്ന് സർവശക്തന്റെ മഹത്വം വിട്ടുപോയ അതൊരു അപകടമാണ്.
ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? അല്ലെ, എന്റെ ടോപ്പിക്ക് മാറ്റും ദൈവാത്മാവ്. ഇപ്പൊ പറയുന്നത് നമ്മുടെ ലോക ചർച്ചിനോടല്ല, ഈ പട്ടണത്തിലെ ദൈവസഭകളോടാണ്. അല്ലല്ല, ദൈവസഭ അത് തിയോക്രസിയാണ്, ഡെമോക്രസി ആകരുത്. അവിടെ മഹത്വം നിൽക്കില്ല. ഇത് ശ്രദ്ധിക്കണ്ട, ഈ പാവസഭയോടല്ല കേട്ടോ ദൈവാത്മാവോട്. പട്ടണം നമ്മൾ ഇടപെടാൻ പോകുന്ന പട്ടണത്തോടാ. എവിടെ ഇടപെടുന്നേ? പട്ടണത്തോടാ. ദൈവസഭകളൊക്കെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് എങ്ങനെയാ? ഞാൻ അല്ലെങ്കിൽ കർത്താവ് ലെവൽ മാറ്റുന്നതുകൊണ്ട് ഒരു വാക്ക് മാത്രം പറയാം. അല്ല, ദൈവസഭ എന്ന് പറയുന്നത് തിയോക്രാറ്റിക് ആണ്, അല്ല ഡെമോക്രസി അല്ല. തിയോക്രസി എന്ന് പറഞ്ഞാൽ, തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, തിയോക്രസി എന്ന് പറഞ്ഞാൽ ദൈവാധിപത്യം, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. ഇതിവിടെ മാത്രമല്ല, റെക്കോർഡ് ചെയ്ത് അയക്കാൻ പറ്റുമെങ്കിൽ അയച്ചോ, ഒരു കുഴപ്പമില്ല. ഫുൾ ഗ്യാരണ്ടി. അല്ലല്ലേ, ഞാൻ ഏറ്റെടുത്തു ഉത്തരവാദിത്തം. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? ഏതെങ്കിലുമൊക്കെ ദൈവസഭയ്ക്കകത്ത് ജനാധിപത്യം കയറി വന്നാണ്ടല്ലോ, അവിടെ ആള് കളിക്കുന്ന അല്ലെ അച്ചായമാരുടെ കളിയാണെങ്കിൽ അല്ലെ കുഴപ്പമൊന്നുമില്ല, കേൾക്കാൻ പാസ്റ്റർ കാണും, നാട്ടിൽ നിന്ന് വരുന്ന ദൈവദാസൻ കാണും, തമ്പുരാൻ കാണത്തില്ല അവിടെ. അതിന് വേറെ ആളിനെ പോയി നോക്കണം. ഒന്ന് ശ്രോത്രം പറഞ്ഞോട്ടെ, പാസ്റ്റർമാരെ പേടിപ്പിക്കാം, അല്ലെ വരുന്ന ദൈവദാസന്മാരെ പേടിപ്പിക്കാം, ഗസ്റ്റ് പ്രീച്ചറെ പേടിപ്പിക്കാം. പക്ഷെ ഉയരത്തിൽ ഉടമസ്ഥൻ ഇരിപ്പുണ്ട്, അവന്റെ അടുക്കൽ ഇത് ചെലവാകില്ല. സാമ്രാജ്യം പ്രകടിപ്പിക്കാൻ നോക്കി നടന്നില്ലല്ലോ, പിന്നാണോ നീ? ഒന്ന് സ്വതന്ത്രം പറഞ്ഞിട്ട് സാമ്രാജ്യങ്ങൾ പേടിപ്പിക്കാൻ. ലോകൈക്യ സാമ്രാജ്യം 4 നോക്കിയിട്ട് ജയിച്ചില്ലല്ലോ, അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. SQPR എന്നറിയപ്പെടുന്ന മുദ്രയിട്ടിട്ട് ഇവനെ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ പുറത്തിറങ്ങാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ റോമൻ എംപീരിയൽ മുദ്ര വെച്ചു. താമ്പുരാൻ പൊളിച്ചടുക്കി വെളി വന്നെങ്കിൽ എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? അങ്ങനാണെങ്കിൽ ദൈവാത്മാവ് ഇടപെടുക. ഹല്ലേലൂയ. ജനാധിപത്യം അല്ല ദൈവസഭയ്ക്ക് കണ്ടുവേണ്ടത്, ദൈവാധിപത്യമാണ്. ഒന്ന് സ്തോത്രം പറ. ഇന്നൊരു കൈമാറ്റം സംഭവിക്കട്ടെ. കർത്താവേ, തീരുമാനമെടുക്കുന്നത് ഞങ്ങളല്ല, അങ്ങാണ്. തീരുമാനം അങ്ങയുടേതാണ്, അല്ലല്ല സഭ അങ്ങയുടേതാണ്. ഒന്ന് പിണങ്ങല്ല നിങ്ങൾ എന്നോട്. കാരണം ഈ പ്രാവശ്യത്തെ യാത്രയുടെ ഏകദേശം കൺക്ലൂഡ് ചെയ്യാൻ പോവാ. സമാധാനത്തിൽ ഒന്ന് പറഞ്ഞോണ്ട് പോട്ടെ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ അടുക്കലല്ലേ ഞങ്ങൾക്കൊക്കെ ധൈര്യത്തോടൊന്ന്, പേടിയൊന്നുമില്ല, ഇവിടെയും പറയും. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഞാനൊരു വാക്ക് കുഞ്ഞുങ്ങളെ ഇതൊന്ന് എഡിറ്റ് ചെയ്തോണേ. അപ്പൊ കിഴക്കേ മലയിലോട്ട് എന്തോ പോയി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? 46 വർഷം കൊണ്ട് മാർബിൾ കല്ല് ജീവിതമില്ലാത്തവൻ പണിത ആലയ. മഹാനായ ഹെരോദാവ് എന്ന് പറഞ്ഞ ജീവിതമില്ലാത്തവനാ. അവൻ ഇനി എന്നാ മാർബിളെ പണിതാലും സ്വർണത്തെ പണിതാലും മഹത്വം നിൽക്കണോ വേണ്ട തീരുമാനിക്കുന്ന മഹത്വ. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? കാരണം ആലയം മാർബിൾ സൗദമാ. പക്ഷെ യേശു അവിടെ നിന്ന് പ്രാർത്ഥിക്കാത്തന്റെ കാര്യം തന്നെ അറിയാവൂ, അവിടെ എന്തോ ഇല്ല. അപ്പൊ അങ്ങ് എന്തിനാപ്പാ മൗണ്ട് ഒലിവിലേക്ക് പോയേ? ഉത്തരം, മഹത്വം പോയത് അവിടെ. മഹത്വം എവിടെ പോയത്? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒലിവുമല പൂർണ്ണമാകുകയല്ല, നമ്മൾ ശാപം തൊട്ട് തുടങ്ങണം. മഹത്വം പോയത് അവിടെ. അപ്പൊ അങ്ങെന്തിനാപ്പാ അങ്ങോട്ട് പോയത്? ഈ നഷ്ടപ്പെട്ട മഹത്വം. എന്നും ഇങ്ങനെ ശ്രദ്ധിക്കേ, എന്നും ഞാൻ ഇങ്ങനെ ഇരിക്കില്ല, ഞാനൊന്ന് പോയിട്ട് തിരിച്ചു വരും. ശ്രദ്ധിക്കണേ, പോയിട്ട് തിരിച്ചു വരും. ആ വരുന്ന വരവ് യെരുശലേമിലെ ദേവാലയത്തിന്റെ മഹാപുരോഹിതനായിട്ടാ. ഇനി ചെറിയ വിഷയമല്ല ഇത്, ചെറിയ വിഷയമല്ല, ലെവല് മാറുന്ന ദൂരം ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഈ പോയിട്ട് വരും, 1000 വർഷം ഞാൻ ഈ ഭൂമിയെ ഭരിക്കും, യെരുശലേമിലെ ആലയത്തിന്റെ മഹാപുരോഹിതനാകും ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണേ, മഹാപുരോഹിതനാകും. എൻ്റെ ആലയത്തിൽ ഞാൻ പൗരോഹിത്യം ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടത് മഹത്വമാണ്. ഞാൻ രാജാവായി യെരുശലേം ഇരിക്കുമ്പോൾ എനിക്ക് മഹത്വം വസിക്കുന്ന പട്ടണത്തിന്റെ രാജാവാകണം. അതിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ഈ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലൊന്ന് സ്വോത്രം പറ. ഞാൻ രാജാവും പുരോഹിതനുമാകുമ്പോ ആ പട്ടണത്തിലും ആലയത്തിനകത്തും മഹത്വം വസിച്ചേ പറ്റൂ. അതിന്റെ തെളിവാ. ഇനി ഒന്നും വായിപ്പിക്കുന്നില്ല, കർത്താവിന്റെ ദാസനെ ഒന്നും നമ്മൾ ആരാധിക്കാൻ പോവുക. അത് ശ്രദ്ധിക്കണേ, അതിന്റെ തെളിവാ 43 എന്ന് പറയുന്നത് മില്ലേനിയത്തിലെ ആലയമാണ്. എപ്പോഴത്തെയാ എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ ആലയമാണ്. സമയം വിട്ടുകളല്ലേ, സഹസ്രാബ്ദ ആലയമാണ്. ആ സഹസ്രാബ്ദ ആലയം 40-ാം അധ്യായത്തിൽ ആരംഭിക്കുമ്പോ അവിടെ പറയുന്നു 43 കിഴക്കേ വാതിൽ വഴി എന്ത് ചെയ്തു?
കിഴക്ക്, ഇവിടെ പല വാതിലുണ്ടല്ലോ, ഇവിടെ പിന്നെ ഒരു സൈഡേ ഉള്ളൂ. എന്നാലും കിഴക്കും പടിഞ്ഞാറും എല്ലാം വാതിൽ വെച്ച് കിഴക്കേ വാതിൽ വഴി ഒരാൾ കയറണമെങ്കിൽ എവിടുന്നായിരിക്കും വന്നത്? പടിഞ്ഞാറിൽ നിന്ന് വന്നവൻ ആലയം മൊത്തം ചുറ്റി കിഴക്കൂടെ വരുമോ? കിഴക്കൂന്ന് വന്നവനല്ലേ കിഴക്കൂന്നകത്ത് കയറത്തുള്ളൂ? ആണോ? ഇതേത് വാതിൽ വഴി കയറിയെന്നാ കിടക്കുന്നേ? അങ്ങനെയാണ് ഇത് എവിടുന്നായിരിക്കും വന്നത്? കിഴക്കേ മലയിൽ നിന്ന്. അന്ന് നഷ്ടപ്പെട്ട മഹത്വം തിരിച്ചാലയത്തിനകത്ത് പ്രവേശിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കൊന്ന് വിളിച്ചു പറയാം, അടുത്ത 21 ദിവസം നമ്മൾ ദൈവസന്നിധി താണിരിക്കുമ്പോൾ ശാപങ്ങൾ അഴിയപ്പെടണം, വേദനകൾക്ക് മാറ്റം വരണം, പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടണം, മഹത്വം മടങ്ങി വരണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ന്യൂയോർക്കിൽ താമസിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഈ പട്ടണത്തെ കുറിച്ച് പഠിക്കണം. ഒരു കാലത്ത് ന്യൂയോർക്കിൽ, ഞാൻ ഇവിടുത്തെ ചരിത്രം കുറെ പഠിച്ചതാ, ഒരു കാലത്ത് അസാധാരണ മഹത്വം വെളിപ്പെട്ട പട്ടണമാ ന്യൂയോർക്ക്. ആ മഹത്വം നഷ്ടപ്പെടട്ട് പാപത്തിന്റെ കളിയരങ്ങായി മാറിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ പാർക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ പട്ടണത്തിൽ നഷ്ടപ്പെട്ട മഹത്വം അത് മടങ്ങി വരണം. എത്ര പേർക്ക് ആത്മാവിൽ ആരാധിക്കാൻ പറ്റും? മഹത്വം മടങ്ങി വരും കേട്ടോ. ഇന്നലെകളെക്കാൾ വൻ കാര്യങ്ങൾ ഈ പട്ടണത്തിനകത്ത് ചെയ്യാൻ എന്റെ ദൈവവൻ വിശ്വാസൻ. മാത്രമല്ല, അഭിഷേകം ജ്വലിക്കപ്പെടണം. ആഗ്രഹിക്കുന്നവർ മാത്രം ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നാട്ടെ. ഒന്ന് പറ, കർത്താവേ, ഇന്ന് രാവിലെ ശാപങ്ങൾ അഴിയപ്പെടണം, വേദനകൾക്ക് മാറ്റം വരണം, പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടണം, മഹത്വം മടങ്ങി വരണം. എത്ര പേർക്ക് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്യാം? കർത്തൃദാസൻ നമ്മെ ആരാധനയിലേക്ക് നയിക്കുന്നതിന് മുമ്പ് ഒന്ന് കരമടിച്ചൊന്ന് പറഞ്ഞേ, കർത്താവേ, അങ്ങയുടെ മഹത്വം ഒന്ന് മടങ്ങി വരണം, അങ്ങയുടെ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടണം, ഞങ്ങളുടെ വേദനകൾ മാറണം, ഞങ്ങളുടെ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടണം. മാത്രമല്ല, ശാപങ്ങൾ അഴിയപ്പെടണം, അഭിഷേകം ജ്വലിക്കപ്പെടണം. അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി. യെസ്, ഹല്ലേലൂയ.